ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. ഇന്നത്തെ പരിപാടിയിൽ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് കോർഡിനേഷൻ ആണ്. അപ്പം അന്തർജന സഭയുടെ കീഴിൽ നടക്കുന്ന ഈ വൈശാഖ മാസാചരണത്തിന്റെ 24ാമത്തെ ദിവസമാണ് ഇന്ന്. ആദ്യം തന്നെ പരിപാടിയുടെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രതിഭ ഞാളൂറിനെ ക്ഷണിക്കുന്നു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീ വ്യാസം തതോ ജയമുദീരയേ. അടുത്തതായി സ്വാഗത ഭാഷണത്തിന് വേണ്ടിയിട്ട് ഉമാവയപ്രത്തിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. തന്ത്ര സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി ശ്രീമദ് ദേവി ഭാഗവതം നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്നു മുതൽ ദേവി ഭാഗവതം 9ാം സ്കന്ധമാണ് വിചാരം ചെയ്യുന്നത്. 9ാം സ്കന്ധം വിചാരം ചെയ്യാൻ വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ പ്രഗത്ഭനായ പണ്ഡിതനായ ഒരു മഹാത്മാവിനെയാണ്. ഡോക്ടർ PR വാസുദേവൻ സാർ. അദ്ദേഹത്തിൻ്റെ ഇല്ലം തൃശ്ശൂരിലെ പെരിങ്ങര ഇല്ലമാണ്. ഇപ്പോൾ മൈലാപ്പൂരിലെ മദ്രാസ് സംസ്കൃത കോളേജിൽ ന്യായ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം. അദ്വൈത വേദാന്തത്തിൽ ബിരുദം നേടിയ ശേഷം വേദാന്തത്തിലും ന്യായദർശനത്തിലും 2 ശാസ്ത്രങ്ങളിലും അദ്ദേഹം MA നേടുകയുണ്ടായി. ലഘുചന്ദ്രികോദാഹൃത ന്യായപ്രമേയ വിമർശം എന്ന ശീർഷകത്തിൽ ന്യായശാസ്ത്രത്തിൽ PhD നേടി. ഭാരതത്തിലെ പണ്ഡിതന്മാർക്ക് മാത്രം പങ്കെടുക്കാൻ പോലും സാധിക്കുന്ന തെനാലി പരീക്ഷയിൽ അദ്ദേഹം 2 ശാസ്ത്രങ്ങളിൽ വിജയിക്കുകയുണ്ടായി. അദ്വൈത വേദാന്തത്തിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഡോക്ടർ KS മഹേശ്വരൻ നമ്പൂതിരിയുടെ കീഴിലും അതുപോലെ ന്യായശാസ്ത്രത്തിൽ പ്രൊഫസർ KE ദേവനാഥാചാര്യരുടെ കീഴിലും അദ്ദേഹം തെനാലി പരീക്ഷ വിജയിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കേരളീയർക്ക് തന്നെ വളരെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അതിപണ്ഡിതന്മാർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പോലും അവസരം ലഭിക്കുകയുള്ളൂ. കൂടാതെ ഇപ്പോൾ അദ്ദേഹം പൂർവമീമാംസാ ദർശനത്തിൽ മഹേശ്വരൻ സാറിന്റെ കീഴിൽ തന്നെ തെനാലി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ മണി ദ്രാവിഡ ശാസ്ത്രികളുടെ കീഴിൽ വേദാന്ത വാദഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വേദാന്ത വിദ്വന്മണി, വേദാന്ത രത്നം, ന്യായരത്നം, ന്യായ വിദ്വന്മണി മുതലായിട്ടുള്ള ധാരാളം പുരസ്കാരങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ വയലിൻ മുതലായ കലകളിലും പ്രഗത്ഭനാണ് ഇദ്ദേഹം. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം എന്തുകൊണ്ടും പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള ഒരു ആചാര്യനെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സശ്രദ്ധം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹത്തെയും അതുപോലെ ഇവിടെ ഇത് കേൾക്കാനായി എത്തിച്ചേർന്ന എല്ലാവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. അച്ഛസ്ഫടിക സച്ഛായ തനുരാദൃത കച്ഛപി വാചാമധീശ്വരീ ദേവി വാചമച്ഛാം പ്രയച്ഛതു. ശ്രുതിസ്മൃതി പുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതത്തിന്റെ 9ാമത്തെ സ്കന്ധത്തിലെ 31 മുതലുള്ള അധ്യായങ്ങളുടെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു പരിചയം ആണ് എന്നിൽ ഇന്ന് നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. അപ്പൊ ഈ വൈശാഖ മാസത്തില് ഒരു ഉപാസന എന്ന പോലെ ശ്രീമദ് ദേവി ഭാഗവതം
മുഴുവൻ പറ്റാവുന്ന പോലെ പാരായണവും പ്രഭാഷണവും സംക്ഷിപ്ത പരിചയവുമായിട്ട് ഒരു മാസം മുഴുവൻ അത് സംഗ്രഹിച്ച് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നറിയാം. അതിൽ ഓരോ ദിവസവും ഓരോരുത്തർ വന്നിട്ട് സംക്ഷിപ്തമായിട്ടുള്ളൊരു പരിചയം നടത്തി ഇതുവരെ വന്നത് വലിയൊരു സന്തോഷമാണ്. അതില് ഈ ഒരു അവസരം നൽകിയ അഖില കേരള തന്ത്രി സമാജത്തിന്റെ സംഘാടകര്, ഇപ്പോ ഇത് സംഘടനം ചെയ്യുന്ന അന്തർജന സഭയുടെ എല്ലാ ആൾക്കാരും, അവർക്കെല്ലാവർക്കും അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറ്റാവുന്ന പോലെ കുറച്ച് ഭാഗങ്ങള് പാരായണം ചെയ്ത് 31ാമത്തെ അധ്യായം മുതൽ 40ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങൾ 9ാമത്തെ സ്കന്ധത്തില് അതിന്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു പരിചയം ചെയ്യാം. അതിലെല്ലാ ഭാഗങ്ങളും പരിചയപ്പെടുത്താൻ കഴിയണമെന്നില്ല, കാരണം വളരെ വിസ്തൃതമായ ചില ഭാഗങ്ങളുണ്ട്. അപ്പോ പറ്റാവുന്ന രീതിയിൽ 1 മണിക്കൂറിനുള്ളിൽ പറ്റാവുന്ന ഒരു സംക്ഷിപ്തമായിട്ടുള്ള പരിചയം നടത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ അധ്യായം വായിക്കാം, മറ്റധ്യായങ്ങളുടെ ചുരുക്കം സംക്ഷിപ്തമായിട്ടുള്ളൊരു പരിചയം. അഥ 31ാധ്യായഃ. ശ്രീനാരായണ ഉവാച. ശക്തേരുത്കീർത്തനം ശ്രുത്വാ സാവിത്രീ യമവക്ത്രതഃ സാശ്രുനേത്ര സ പുളക യമം പുനരുവാച സാ. സാവിത്രി ഉവാച. ശക്തേരുത്കീർത്തനം ധർമ്മ സകലോദ്ധാരകാരണം ശ്രോതॄണാം ചൈവ വക്തॄണാം ജന്മ മൃത്യുജരാഹരം ദാനവാനാം ച സിദ്ധാനാം തപസാം ച പരം പദം യോഗാനാം ചൈവ വേദാനാം കീർത്തനം സേവനം വിഭോഃ മുക്തിത്വം അമരത്വം ച സർവസിദ്ധിത്വമേവ ച ശ്രീശക്തിസേവകസ്യൈവ കലാം നാർഹതി ഷോഡശീം ഭജാമി കേന വിധിനാ വദ വേദവിദാം വര ശുഭകർമ്മ വിപാകം ച ശ്രുതം നൃണാം മനോഹരം കർമാശുഭ വിപാകം ച തന്മേ വ്യാഖ്യാതുമർഹസി ഇത്യുക്ത്വാ ച സതീ ബ്രഹ്മൻ ഭക്തി നമ്രാത്മകം ധരാ തുഷ്ടാവ ധർമ്മരാജം ച വേദോക്തേന സ്തവേന ച. സാവിത്രിവാച. തപസാ ധർമ്മം ആരാധ്യ പുഷ്കരേ ഭാസ്കരഃ പുരാ ധർമ്മസൂര്യ സുതം പ്രാപ ധർമ്മരാജം നമാമ്യഹം സമതാ സർവഭൂതേഷു യസ്യ സർവസ്യ സാക്ഷിണഃ അതോ യന്നാമശമനം ഇതി തം പ്രണമാമ്യഹം യേനാർത്തശ്ച കൃതോ വിശ്വേ സർവേഷാം ജീവിനാം പരം കാമാനുരൂപം കാലേന തം കൃതാന്തം നമാമ്യഹം ബിഭർത്തി ദണ്ഡം ദണ്ഡായ പാപിനാം ശുദ്ധിഹേതവേ നമാമി തം ദണ്ഡധരം യഃ ശാസ്താ സർവജീവിനാം വിശ്വം ച കലയത്യേവ യഃ സർവേഷു ച സന്തതം അതീവ ദുർനിവാര്യം ച തം കാലം പ്രണമാമ്യഹം തപസ്വീ ബ്രഹ്മനിഷ്ഠോ യഃ സംയമീ സഞ്ജിതേന്ദ്രിയഃ ജീവാനാം കർമ്മഫലദസ്തം യമം പ്രണമാമ്യഹം സ്വാത്മാ രാമശ്ച സർവജ്ഞോ മിത്രം പുണ്യകൃതാം ഭവേത് പാപിനാം ക്ലേശദോ യസ്തം പുണ്യം മിത്രം നമാമ്യഹം യജ്ജന്മ ബ്രഹ്മണോംശേന ജ്വലന്തം ബ്രഹ്മതേജസാ യോ ധ്യായതി പരം ബ്രഹ്മ തമീശം പ്രണമാമ്യഹം ഇത്യുക്ത്വാ സാ ച സാവിത്രീ പ്രണനാമ യമം മുനേ യമസ്താം ശക്തിഭജനം കർമ്മഭാഗമുവാചഃ ഇദം യമാഷ്ടകം നിത്യം പ്രാതരുത്ഥായ യഃ പഠേത് യമാ തസ്യ ഭയം നാസ്തി സർവപാപാത് പ്രമുച്യത്തെ മഹാപാപീ യദി പഠേൻ നിത്യം ഭക്തി സമന്വിതഃ യമഃ കരോതി സംശുദ്ധം കായവ്യൂഹേന നിശ്ചിതം. ഇതി ശ്രീദേവീ ഭാഗവതേ മഹാപുരാണേ നവമസ്കന്ധേ 31ാധ്യായഃ. ഇത് ആദ്യത്തെ അധ്യായമാണ്. അതായത് 31ാമത്തെ അധ്യായം മുതൽ 40ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ അധ്യായം പഠിച്ചു. മറ്റു അധ്യായങ്ങൾ ക്രമേണ വർണ്ണനം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഇതില് ഇതുവരെയുള്ള ഭാഗത്ത് കുറച്ച് കഥകളൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പേ വൃത്രാസുരന്റെ കഥ കഴിഞ്ഞു ദേവി ഭാഗവതത്തില്. പക്ഷെ ഇപ്പൊ 31ാമത്തെ അധ്യായം മുതലുള്ള 40ാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്തിൽ കാര്യമായിട്ട് കഥകളൊന്നും ഇല്ല. കേവലം യമധർമ്മരാജാവും സാവിത്രിയും തമ്മിലൊരു സംവാദ രൂപമായിട്ടാണ് ഈ അധ്യായങ്ങളെല്ലാം കടന്നു പോകുന്നത്. അപ്പോ ഈ 10 അധ്യായങ്ങളില് കഥകൾക്ക് പ്രാധാന്യമില്ല. പ്രായഃ എല്ലാം ഒരു തത്വം സാവിത്രിക്ക് യമധർമ്മരാജാവ് ഉപദേശിക്കുന്ന രീതിയിലാണ് എല്ലാ അധ്യായങ്ങളും എന്ന് പറയാം. അപ്പൊ ഇതിനു മുമ്പേ ആയിട്ട് യമധർമ്മരാജാവ് ശക്തിയുടെ ഗുണങ്ങളെ പറ്റി പറയണ്ടായി. ശക്തിയുടെ ഗുണങ്ങളെ പറ്റി സാവിത്രിക്ക് ഉപദേശം ചെയ്യുകയും ഈ ശക്തിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിർഗുണത്വം നിരാകാരമാണ്, നിർഗുണമാണ്, സഗുണമാണ്, സാകാരമാണ് എന്നീ ഉപനിഷത്തിൽ പറയുന്ന രീതിയിൽ തന്നെ ഈ ശക്തിയുടെ ഗുണഗണങ്ങളെ പറ്റി വിവരിക്കുകയും അതിനുശേഷം ഈ ശക്തിയുടെ ഗുണഗണങ്ങളെ കേട്ട് സാശ്രുപൂർണമായിട്ടുള്ള നേത്രങ്ങളോട് കൂടിയ സാവിത്രി വീണ്ടും യമധർമ്മരാജാവിനോട് ചോദിക്കുന്നതാണ് സന്ദർഭം. ഈ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണെങ്കിൽ ആയിരിക്കുന്ന പ്രപഞ്ചം എന്തുകൊണ്ടാണോ കാണുന്നത്, എന്ത് കാരണമാണോ ഈ മിഥ്യയായിട്ടുള്ള പ്രപഞ്ചം കാണുന്നത്, മായ ശക്തി എന്നൊക്കെ പറയുന്നത്, അതിനെ തന്നെ, ആ ശക്തിയെ തന്നെ എപ്പോഴാണോ ഒരു ചൈതന്യത്തോട് ചേർന്ന് നമ്മൾ ആരാധിക്കുന്നത്, അതാണ് ദേവി. അങ്ങനെയാണ് നമ്മുടെ ഒരു ഭാരതീയ സംസ്കാര പ്രകാരം പറയുകയാണെങ്കിൽ ഇതേ ശക്തി, ഏതൊരു ശക്തിയെ കൊണ്ടാണോ ഈ മിഥ്യയായിട്ടുള്ള ജഗത്തെല്ലാം നമുക്ക് മുമ്പിൽ പ്രത്യക്ഷമായി പെടുന്നത്, ആ ശക്തിയെ തന്നെ എപ്പോഴാണോ ഒരു ചൈതന്യം നൽകിക്കൊണ്ട് അതിനെ ആരാധിക്കുന്നത്, അതിനാണ് നമ്മൾ ദേവി എന്ന് പറയുന്നത്. അപ്പൊ ഈ ശക്തിയുടെ ഗുണഗണങ്ങൾ പറയാ, നിർഗുണം നിരാകാരം എന്നീ ശക്തിയുടെ ഗുണഗണങ്ങൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവിയുടെ ഗുണഗണങ്ങൾ തന്നെയാണ്. അത് ഈ ഉപനിഷത്തിൽ പറയുന്ന രീതിയിൽ നിർഗുണമായിട്ടും സഗുണമായിട്ടും ബ്രഹ്മത്തിനെ പറയുന്ന പോലെ തന്നെ ഇവിടെയും ശക്തിയുടെ ഗുണഗണങ്ങളെ പറ്റി പറയുന്നുണ്ട് യമധർമ്മരാജാവ്. ഇത് കേട്ടിട്ട് യമധർമ്മരാജാവിന്റെ മുഖത്തിൽ നിന്ന് ഈ ശക്തിയുടെ കാര്യമായിട്ടുള്ള ഗുണഗണങ്ങൾ കേട്ടതിന് ശേഷം സാശ്രുപൂർണമായിട്ട് നേത്രങ്ങളോട് കൂടിയിട്ടാണ് സാവിത്രി മുൻപോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോ ഈ ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുന്നോടിയായിട്ട് സാവിത്രി ശുഭകർമ്മ വിഭാഗത്തെ പറ്റി ചോദിച്ചു. ശുഭകർമ്മങ്ങൾ എന്തൊക്കെയാണ് ശുഭകർമ്മങ്ങള്, എന്തൊക്കെയാണ് ശുഭകർമ്മ ഫലങ്ങള്, ഏതൊക്കെ ശുഭകർമ്മങ്ങൾ ചെയ്താൽ ഏതൊക്കെ ഫലം ലഭിക്കും എന്നീ വിഷയങ്ങള് മുൻപേ സാവിത്രി ചോദിക്കുകയും യമധർമ്മരാജാവ് അതിന് ഉത്തരം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി സാവിത്രിക്ക് വരേണ്ട ജിജ്ഞാസ എന്തായിരിക്കാം എന്നാണെങ്കിൽ ദുഷ്കർമ്മങ്ങളെ പറ്റിയാണ്. അപ്പൊ ദുഷ്കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ദുഷ്കർമ്മങ്ങളുടെ ഫലം എന്തൊക്കെയാണ്, ഏതൊക്കെ ദുഷ്കർമ്മങ്ങളാണ് ഏതൊക്കെ ഫലത്തിനായിക്കൊണ്ട് ഭവിക്കുന്നത്, ഇതാണ് കാര്യമായിട്ട് ഇനി ഈ അധ്യായങ്ങളിൽ നിന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോ അതിന്റെ ഇടയ്ക്ക് സാവിത്രി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ ലോകത്ത് ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു ഭയമാണ് മരണഭയം. മറ്റു ഭയങ്ങളൊക്കെ ഒഴിവാക്കിയാലും മരണഭയം എന്നുള്ളത് തടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കുള്ള ഒരു ഭയമാണ് മരണഭയം എന്നുള്ളത്. ഈ മരണഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാവിത്രിയെ മുൻനിർത്തിക്കൊണ്ട് യമധർമ്മരാജാവ് പറയാണ്, എല്ലാവർക്കും ഉള്ള ഭയത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് സാവിത്രി സാഗൂതമായിട്ട് യമധർമ്മരാജാവിനോട് ചോദിക്കുമ്പോൾ യമധർമ്മരാജാവ് പറയാണ്, യമാഷ്ടകം നിത്യേന ജപിച്ചാൽ മതി എന്നാണ് യമധർമ്മരാജാവ് പറയുന്നത്. അപ്പൊ യമാഷ്ടകം നിത്യേന ജപിക്കുന്ന ആൾക്ക് മരണഭയം ഉണ്ടാവില്ല എന്ന് പറയുകയും പിന്നീട് അതിന്റെ ഇടയിൽ കൂടെ യമധർമ്മരാജാവ് ഒരു തത്വചിന്തയും കൂടെ അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് സാവിത്രിയോട്. സാവിത്രിയോട് പറയാന്ന് പറഞ്ഞാൽ നമ്മളോട് പറയാന്നർത്ഥമാണ്. സാവിത്രിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് പറയാം. അപ്പോ ഈ മരണഭയം എന്നുള്ളൊരു ഭയം സത്യം പറഞ്ഞാൽ ആവശ്യമേ ഇല്ല എന്ന് യമധർമ്മരാജാവ് അതിന്റെ ഇടയിൽ കൂടെ ഒരു തത്വചിന്തയും കൂടി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ നമ്മുടെ ഒരു ഭാരതീയ സമ്പ്രദായത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മരണം എന്ന് പറഞ്ഞ മരണത്തെ ഭയക്കേണ്ടുന്ന ഒരു വസ്തുതയല്ല മരണം എന്നാണ് യമധർമ്മരാജാവ് വിശദീകരിക്കുന്നത്. കാരണം ഈ എന്താണ് സ്ഥൂല ശരീരത്തെ വിട്ടു പോകുന്നൊരു പ്രയാണമാണ് മരണം എന്നുണ്ടെങ്കിലും അത് മറ്റൊരു ദൃഷ്ടിയിൽ ആ മരണത്തെ സമീപിക്കുന്ന പക്ഷം മറ്റൊരു ദൃഷ്ടിയിൽ ആ മരണത്തെ സമീപിക്കുന്ന പക്ഷം ഒരുപക്ഷെ ആ ഭയം ഉണ്ടാവില്ല എന്നും കൂടി യമധർമ്മരാജാവ് വളരെ സംക്ഷിപ്തമായിട്ട്, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് അവിടെ യമധർമ്മരാജാവ് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ പറഞ്ഞാലും മോക്ഷത്തിനായിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങളും യത്നിക്കണം എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തിനോട് സത്യം പറഞ്ഞാൽ അടുക്കുന്നൊരു വസ്തുതയാണ് എന്നാണ് യമധർമ്മരാജാവിന്റെ ചിന്ത. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മരണം എന്ന് പറഞ്ഞാലും ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫലക്ഷയം തന്നെയാണ്. ഈ ശരീരം എടുക്കുമ്പോൾ ഉണ്ടാവുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണോ, ഈ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ട എന്തൊക്കെ കർമ്മങ്ങളാണോ ഉള്ളത്, ആ കർമ്മങ്ങളൊക്കെ ക്ഷയിക്കുമ്പോഴാണല്ലോ മരണം ഉണ്ടാവുന്നത്. അപ്പോ ഒരു ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കർമ്മത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു ക്ഷയം തന്നെയാണ് ഈ ശരീരം, ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് കൊണ്ട് ഈ കർമ്മഫലക്ഷയം അല്ലെങ്കിൽ കർമ്മക്ഷയം തന്നെ മറ്റൊരു ദൃഷ്ടിയിൽ മരണത്തെ സമീപിക്കുന്ന പക്ഷം അതൊരു മോക്ഷത്തിന്, ഒരു യൗക്തിക ചിന്ത ആ മരണത്തിൽ നടത്തിക്കഴിഞ്ഞാൽ, അത് മോക്ഷത്തിന് അനുകൂലമായിട്ടൊരു യൗക്തിക ചിന്തയായി മാറ്റിക്കഴിഞ്ഞാൽ
ആ മരണത്തിനോട് ഒരാൾക്കും ഭയം ഉണ്ടാവില്ല. അപ്പൊ മരണഭയം എന്നുള്ളത് ഉണ്ടാവാനേ പാടില്ലാത്തൊരു വസ്തുവാണ് എല്ലാ ജീവജാലങ്ങൾക്കും. ആ ഒരു യൗക്തിക ചിന്തയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ശരി, എന്നാലും ആർക്കെങ്കിലും മരണഭയം ഉണ്ടാവുന്ന പക്ഷം യമാഷ്ടകം ജപിക്കാനായിട്ട് യമധർമ്മരാജാവ് ഉപദേശിക്കുകയും ആ യമാഷ്ടകം ജപിക്കുന്ന പക്ഷം എല്ലാവർക്കും മരണഭയത്തിൽ നിന്ന് ഒഴിവാവാനും കഴിയും എന്നാണ് ഈ പ്രഥമാധ്യായത്തിലുള്ളൊരു വിഷയം. അതിനുശേഷം അതിൻ്റെ ഇടയിൽ സാവിത്രി ദുഷ്കർമ്മ വിഭാഗത്തെ പറ്റി ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ദുഷ്കർമ്മ വിഭാഗത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 3 വിഭാഗങ്ങളാക്കി തിരിച്ചു കഴിഞ്ഞാൽ ദുഷ്കർമ്മങ്ങൾ എന്താണ് എന്ന് ആദ്യം തീരുമാനിക്കണം, ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് രണ്ടാമത് തീരുമാനിക്കണം, അതിനുശേഷം ഏതൊക്കെ ദുഷ്കർമ്മങ്ങൾക്ക് എന്തൊക്കെ ഫലമുണ്ട് എന്നുള്ളതും നമുക്ക് തീരുമാനിക്കാനുണ്ട്. ഇതെല്ലാം ക്രമേണ ഒരു 4-5 അധ്യായമായിട്ട് പറയണം. അപ്പോ പൊതുവെ ഈ അധ്യായത്തിൽ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളൊന്നും ഇല്ല. സാമാന്യഗതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല തത്വചിന്തയ്ക്ക് വകുപ്പുള്ളൊരു 10 അധ്യായമാണ് ഇത്. ഇനി മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുരാണത്തിന്റെ ഒരു ദൃഷ്ടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അനവധി കഥകൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഈ കഥകൾ എന്നുള്ളത് ഒരു ഇതിഹാസ പുരാണത്തിന്റെ ഒരു ശൈലിയിൽ കഥകൾ എന്ന് പറഞ്ഞാലും സാമാന്യഗതിക്ക് നമ്മൾ ഒരു ശാസ്ത്രീയ യുക്തിചിന്ത മുഖേന നോക്കിക്കഴിഞ്ഞാൽ പല ഇതിലും കാണാം കഥകളെ അർത്ഥവാദമാക്കിയിട്ടാണ് ചിത്രീകരിക്കുന്നത്. അർത്ഥവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകൾ പറയുന്നത് പൊതുവെ മറ്റൊരു വിഷയത്തെ, മറ്റൊരു ശാസ്ത്രീയമായൊരു വിഷയത്തെ താല്പര്യേണ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഥകളിലൂടെ ബോധിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. അത് ഉപനിഷത്തിലും അനവധി കാണാം. അതേപോലെ തന്നെ അതിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇതിഹാസ പുരാണങ്ങളിലും കഥകൾ എന്ന് പറഞ്ഞ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അലങ്കാരാത്മകമായിട്ടൊരു ആലങ്കാരിക ഭാഷയിലൂടെ ഒരു നിരൂപണം മാത്രം. പക്ഷെ അത് കഥയിലല്ല താല്പര്യം. കഥയിലൂടെ ചില ഗുണപാഠങ്ങളോ ചില ശാസ്ത്രീയമായ തത്വങ്ങളോ ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ ബുദ്ധ്യുപാരോഹത്തിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടോ അത് കഥകളിലൂടെ പറയുമ്പോൾ ആ തത്വചിന്ത സാധാരണ ജനങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലേക്ക് കയറാൻ സൗകര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കഥകൾ പറയുന്നു. ഇപ്പൊ അതിനുവേണ്ടി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിലെ പല അബദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും പല കഥകളിലും. ഇപ്പോ വിഷ്ണു ശിവനോട് യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ പരമശിവൻ വിഷ്ണുവിനോട് യുദ്ധം ചെയ്തു, പരമശിവനും വിഷ്ണുവും തമ്മിൽ മഹാകലഹം എന്ന രീതിയിലുള്ള കഥകൾ കാണാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് സാമാന്യഗതിക്ക് നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വിഷ്ണുവും പരമശിവനും കൂടി കലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ പറയുന്നത് ചില ഈശ്വരന്മാർ തമ്മിലുള്ള പിണക്കം എന്നൊരു പ്രകരണമുണ്ട് ഐതിഹ്യമാലയില്. അതും ഇതില് ചേർത്ത് വായിക്കാവുന്നതാണ്. അപ്പൊ ഈ വിഷ്ണുവിനും ശിവനും തമ്മിൽ കലഹം എന്നുള്ള ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷ്ണുവിന്റെ ശിവന്റെയും കലഹം താല്പര്യേണ വിവക്ഷിക്കുന്ന ഒരു വസ്തുവല്ല. പക്ഷെ ആ വിഷ്ണുവിന്റെയും ശിവന്റെയും കലഹം പറയുന്നതിലൂടെ മറ്റ് ചില ശാസ്ത്രീയമായ അംശങ്ങൾ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് വേണം ആ കഥ നമ്മൾ ഗ്രഹിക്കാൻ. അല്ലാതെ ആ കഥയിൽ താല്പര്യമില്ല എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ നമ്മൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ചാക്യാർ കൂത്തില് തന്നെ പരമശിവനെ കളിയാക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ കളിയാക്കുന്ന ഭാഗങ്ങളും കേൾക്കാം. പക്ഷെ മഹാവിഷ്ണുവിനെ കളിയാക്കുക അല്ലെങ്കിൽ പരമശിവനെ കളിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല അത് പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു നർമ്മഭാഗമായിട്ടുള്ള ഒരു അംശം അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അത് ആസ്വാദ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതേ അംശം തന്നെ അതേ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥയിലല്ല അതിന്റെ താല്പര്യം, മറിച്ച് കഥയിലൂടെ പറയപ്പെടുന്ന ഒരു തത്വം ബോധിപ്പിക്കാനാണ്. ആ തത്വം ബോധിക്കുക എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ ഈ അധ്യായങ്ങളിൽ കഥകൾ ഇല്ലെങ്കിലും ഇനിയും കഥകൾ ഈ ഇതിഹാസ പുരാണങ്ങളിൽ വരാം. ഇനിയും പല ഇതിഹാസ പുരാണങ്ങളിൽ കഥകൾ കേൾക്കുകയും ചെയ്യാം. അപ്പൊ ഈ കഥകൾ അതെങ്ങനെയാ ശരിയാവുന്നത്? ഈ കഥയിൽ ഇങ്ങനെയല്ലോ പറഞ്ഞേ, ഈ കഥയിൽ അങ്ങനെയല്ലോ പറഞ്ഞേ എന്നുള്ള സംശയം വരാനേ പാടില്ല. അവിടെ യുക്തിചിന്തയ്ക്ക് യാതൊരു വകുപ്പുമില്ല. കഥ പറയണം എന്ന് വിചാരിച്ചു വന്നതല്ല, കഥയിലൂടെ ബോധിപ്പിക്കപ്പെടുന്ന മറ്റൊരു തത്വം മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളത് കൊണ്ട് കഥയിൽ ചെറിയ ചെറിയ ഡിഫറൻസസ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലോ കഥയിൽ ചില യുക്തി ബാധങ്ങൾ ഉണ്ടെങ്കിലോ അത് കാര്യമാക്കേണ്ടതില്ല എന്നുള്ളത് ഒരു പൂർവ്വപീഠികയായിട്ട് പറയണം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അധ്യായത്തിൽ കഥകൾ കാര്യമായിട്ടില്ലെങ്കിലും തത്വചിന്തയ്ക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞത് തുടരുകയാണ്. അപ്പൊ 32ാമത്തെ അധ്യായത്തില് കാര്യമായിട്ട് വർണ്ണിക്കുന്നത് ദുഷ്കർമ്മ വിഭാഗത്തെ പറ്റിയാണല്ലോ സാവിത്രി ചോദിച്ചിരിക്കുന്നത് ധർമ്മരാജാവിനോട്. യമധർമ്മരാജാവിനോട് സാവിത്രി ചോദിച്ചിരിക്കുന്നത് ശുഭകർമ്മ വിഭാഗം ചോദിച്ചതിന് ശേഷം അതിന് ഉത്തരം കിട്ടിയ സാവിത്രി ദുഷ്കർമ്മ വിഭാഗത്തെ പറ്റി ചോദിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ
ദുഷ്കർമ്മ വിഭാഗത്തെ പറ്റി യമധർമ്മരാജാവ് പറയാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് യമധർമ്മരാജാവ് പറയുന്നത് നരകങ്ങളെ കുറിച്ചാണ്. നരകങ്ങൾ എത്ര തരത്തിലുണ്ട് എന്നാണെങ്കിൽ 86 തരത്തിലുള്ള നരകങ്ങളെ കുറിച്ച് യമധർമ്മരാജാവ് പറയണം. അപ്പൊ 86 തരത്തിലുള്ള നരകങ്ങൾ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നരകങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതില് ഒരു 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 ചെറിയൊരു വിഭാഗം നമുക്ക് അന്ന് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നരകത്തിനെ നമ്മളൊരു കുറച്ച് പല വിഭാഗങ്ങളായിട്ട് നരകങ്ങളെ തിരിച്ചിട്ടുണ്ട്. അതിലൊരു 3 വിഭാഗം എടുത്തു കഴിഞ്ഞാൽ യമധർമ്മരാജാവ് അതിനെ വിഭജിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയാനകമായ നരകങ്ങൾ, ദുസ്സഹമായ നരകങ്ങൾ, ജുഗുപ്സിതമായ നരകങ്ങൾ എന്നിങ്ങനെ ഒരു 3 വിഭാഗം നമുക്കതിൽ കാണാൻ കഴിയും. ഇനിയും പല വിഭാഗങ്ങളുണ്ട്, പക്ഷെ ഇതിൽ ചെറിയൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനത് 3 എടുത്തു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോ ചില നരകങ്ങൾ ഭയാനകമായ നരകങ്ങളാണ്, ചിലത് ദുസ്സഹമായ നരകങ്ങളാണ്, ചിലത് ജുഗുപ്സിതമായ നരകങ്ങളാണ്. ഇനിയും പലതരത്തിലുള്ള നരകങ്ങളുണ്ട്. അങ്ങനെ 86 തരത്തിലുള്ള നരകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിലിപ്പോ ഭയാനകമായ നരകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്ന പേരുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വഹ്നികുണ്ഡം, തപ്തകുണ്ഡം എന്നിങ്ങനെ രീതിയിലുള്ള നരകങ്ങളാണ്. അതായത് വഹ്നിയുടെ ഒരു കുണ്ഡം, അതിലാണ് ആ വഹ്നിയുടെ ദാഹമാണ് ഇയാള് അനുഭവിക്കുന്ന കർമ്മഫലം. വഹ്നിയുടെ ദാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചൂട്, അതിന്റെ വെന്തുരുകുന്ന ഒരു അവസ്ഥയിലേക്കാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഈ വഹ്നികുണ്ഡം, തപ്തകുണ്ഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹ്നിയുടെ തന്നെ ഒരു അവാന്തര ഭേദമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭയാനകമായ നരകത്തിലേക്കാണ്, നരകം എന്നുള്ള രീതിയിലാണ് ഇതിനെ വിവരിക്കുന്നത് യമധർമ്മരാജാവ്. അതിനുശേഷം ദുസ്സഹമായ നരകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദുസ്സഹമായിട്ടുള്ളത് സഹിക്കാൻ പറ്റാത്ത നരകങ്ങളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, വിൺമൂത്രകുണ്ഡം, വസാകുണ്ഡം എന്നീ രീതിയിലുള്ള നരകങ്ങളാണ് ദുസ്സഹമായിട്ടുള്ള നരകങ്ങളെ കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞ് ജുഗുപ്സിതമായിട്ടുള്ള നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മാംസകുണ്ഡം, മജ്ജാകുണ്ഡം, അശ്രുകുണ്ഡം, ലാലാകുണ്ഡം എന്നിങ്ങനെ മറ്റൊരു തരത്തിലുള്ള നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം അശുഭകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന, മറ്റൊരു ലോകത്ത് ചെന്ന് കിട്ടുന്ന നരകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു 3 വിഭാഗം ഒരു സ്വരസമായിട്ടുള്ളത് തോന്നിയോണ്ട് പറയണം. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ പറഞ്ഞ നരകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മാംസകുണ്ഡം, മജ്ജാകുണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ, ഈ മാംസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മാംസങ്ങൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിലുള്ള മാംസത്തിന്റെ ഒരു സമൂഹമായിട്ട് ഒരു നരകത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ് ഇതിഹാസത്തിൽ അല്ലെങ്കിൽ പുരാണത്തില്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മജ്ജകളെല്ലാം ചേരുമ്പോൾ ഉണ്ടാവുന്നൊരു നരകവിശേഷം, അതിനെയാണ് ഇതിഹാസത്തിലെ ഒരു മജ്ജാകുണ്ഡം എന്നുള്ള രീതിയിൽ നിരൂപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേ വസ്തുക്കൾ തന്നെ, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള വസ്തുക്കളാണത്. ഇത് തന്നെയാണ് ഒരു കണക്ക് പറഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോൾ നരകമായിട്ട് ഭവിക്കുന്നത്. അങ്ങനെ ഒരു തത്വചിന്തയിലാണ് നമ്മൾ ഇതിനെ കാണാൻ. അതായത് ഇതിപ്പോ മജ്ജാകുണ്ഡമാണോ മാംസകുണ്ഡമാണോ എന്നുള്ളതല്ല, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉള്ള വസ്തുക്കൾ തന്നെയാണ്. ഈ ശരീരത്തിലുള്ള വസ്തുക്കളും ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇത് വളരെ ശുദ്ധമായിട്ടുള്ള വസ്തുവാണ്. ഈ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള രക്തം എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു സാധനമാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ള രക്തമാണ്. പക്ഷെ ഇതേ രക്തം ശരീരത്തിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ജുഗുപ്സിതമായി തീർന്നു. അതേപോലെ തന്നെ മുടി എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. തലയിൽ അനവധി മുടി എന്ന് പറഞ്ഞാൽ എന്തായാലും മുടിയെന്ന് തോന്നും. പക്ഷെ ഇതേ മുടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു അശുദ്ധമായ ഒരു പദാർത്ഥമായി മാറി. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അതേ വസ്തുക്കൾ തന്നെ ഉള്ളിലിരിക്കുമ്പോൾ ശുദ്ധവും പുറത്തേക്ക് വന്നത് അശുദ്ധിയായിട്ടുള്ള ഒരു പദാർത്ഥമായിട്ട് നമുക്ക് അതിനെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതേ വസ്തുക്കൾ ഉള്ളത് കൂടി മനസ്സിലാക്കണം. ഈ ശരീരമാണ് നമ്മൾ ആഭിമാനികമായിട്ടൊരു പദാർത്ഥമായിട്ട് കൊണ്ടു നടക്കുന്നു ലോകത്ത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ഒരു തത്വചിന്തയിൽ കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആധ്യാത്മിക തലത്തിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും. ഈ ഒരു ശ്ലോകം ഓർമ്മ വരും, യതിനാമസ്യ കായസ്യ യദന്തസ്തദ് ബഹിർഭവേത് ദണ്ഡമാദായ ലോകോയം ശുനഃകാശ്ച വർജയേ എന്നൊരു ശ്ലോകം ഉണ്ട്. യതിനാമ അസ്യ കായസ്യ ഈ ശരീരത്തിന്റെ ഒരുപക്ഷെ ഈ ശരീരത്തിന്റെ യദന്തഃ ഉള്ളിലുള്ള വസ്തുക്കളെല്ലാം ബഹിർഭവേത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരുപക്ഷെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഒരു തത്വശ്ലോകമാണെന്ന് വെക്കുക. യതിനാമ അസ്യ കായസ്യ ഈ ശരീരത്തിന്റെ യതിനാമ ഒരുപക്ഷെ യദന്തഃ ഉള്ളിലുള്ളതെല്ലാം ഒരുപക്ഷെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തദ് ബഹിർഭവേത്. അപ്പൊ എന്താണ്? ദണ്ഡമാദായ ലോകോയം, ഒരു വടിയെടുത്ത് നടക്കേണ്ട അവസ്ഥയാണ്. ദണ്ഡമാദായ ലോകോയം എന്തിനാണ്? ശുനഃ കാകാശ്ച വർജയെ, പട്ടിയും പൂച്ചയും ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാക്കകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു വടിയെടുത്ത് നടക്കേണ്ട അവസ്ഥയാണ് നമുക്ക് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള വസ്തുക്കൾ തന്നെയാണ് പുറത്തേക്ക് വരുമ്പോൾ അതൊരു ജുഗുപ്സിതമായി തീരുന്നത്. അപ്പോ ഈ ആ ഒരു ശരീരാത്മഭാവത്തെ ത്യജിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്താസരണിയാണ് ഇതിഹാസത്തിലൂടെ പ്രദർശിപ്പിക്കുന്നത്.
ഈ പുരാണത്തിലൂടെ ഈ ശരീരത്തിൽ തന്നെ ഉള്ള വസ്തുക്കളെ ജുഗുപ്സിതമായിട്ട് ചിത്രീകരിക്കുന്നതിലൂടെ ഈ ശരീരത്തിലുള്ള ഒരു ആത്മഭാവത്തെ നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ സ്വയം ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുക കുറേശ്ശെ മെല്ലെ മെല്ലെ അതിന്റെ ഒരു ഘട്ടമാവുമ്പോൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസ പുരാണങ്ങളിൽ ഇങ്ങനത്തെ കഥകൾ പറയുന്നത്. ഭഗവത്പാദരും പറയുന്നത് എന്താണ്? ഏതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം എന്നാണ് പറയുന്നത്. ഇതൊക്കെ മാംസവികാരങ്ങളാണ് എന്ന് ചിന്തിക്കണം. അതും എങ്ങനെ ചിന്തിക്കണം എന്നാണെങ്കിൽ മനസ്സി വിചിന്തയ വാരം വാരം, വീണ്ടും വീണ്ടും ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അതിലൂടെ ഒരു ചെറിയൊരു തത്വബോധം, ഒരു യൗക്തികമായിട്ടെങ്കിലും ഒരു തത്വബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ ഒരു ഈ ജഗത്തിന്റെ മിഥ്യാത്വം ബോധിക്കാൻ ഉതകുന്ന ഒരു വസ്തുവാണ് എന്നുള്ള രീതിയിലാണ് ഇതിഹാസ പുരാണങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്തില് ഒരു ചെറിയൊരു ആധ്യാത്മിക ഭാവന ഉണ്ടാക്കി വെച്ചുകൊണ്ടുള്ളൊരു ജീവിതം വളരെ സുഖകരമാണ് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോ ഈ നരകങ്ങളെ കുറിച്ച് പറയലാണ് പ്രധാനപ്പെട്ട 33-ാമത്തെ അധ്യായത്തിലും 34-ാമത്തെ അധ്യായത്തിലും കാര്യമായിട്ട് നരകങ്ങളുടെ വർണ്ണനയാണ്. നരകങ്ങളുടെ വർണ്ണനയ്ക്ക് ശേഷം ദുഷ്കർമ്മ വിഭാഗത്തെ പറ്റിയാണല്ലോ സാവിത്രി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദുഷ്കർമ്മ വിഭാഗം എന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മങ്ങളുടെ ഫലം എന്നർത്ഥം. അപ്പൊ ഫലങ്ങളെല്ലാം ഓരോരോ നരകങ്ങളുടെ എല്ലാ സ്വരൂപങ്ങളും വർണ്ണിച്ചതിന് ശേഷം യമൻ ഇനി അടുത്ത അധ്യായത്തിൽ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഷ്കർമ്മങ്ങളുടെ വിവരണമാണ്. ദുഷ്കർമ്മങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത്. അതില് ഓൾമോസ്റ്റ് എല്ലാ ദുഷ്കർമ്മങ്ങളും അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. എല്ലാ ദുഷ്കർമ്മങ്ങളും, പറ്റാവുന്ന ദുഷ്കർമ്മങ്ങളുടെ എല്ലാം ലിസ്റ്റ് അതിൽ നമുക്ക് ആ അധ്യായത്തിൽ കിട്ടും. ഇപ്പോ ഒരു ചെറിയ ദുഷ്കർമ്മം മുതൽ അറിയാതെ ഉള്ള ഒരു പ്രാണി പീഡ മുതൽ എല്ലാ ദുഷ്കർമ്മങ്ങളും ക്രമേണ അദ്ദേഹം ആ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനുശേഷം ഈ അധ്യായത്തിനും ശേഷമാണ് കർമ്മഫലാനുരൂപ നരകവർണ്ണന. കർമ്മഫലത്തിന് അനുരൂപമായിട്ടൊരു നരകവർണ്ണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത 35-ാമത്തെ അധ്യായത്തിൽ ക്രമേണ ഈ ഓരോ കർമ്മങ്ങൾക്കും, ഓരോ ദുഷ്കർമ്മങ്ങൾക്കും ഉണ്ടാകുന്ന ഓരോ നരകങ്ങൾ എന്താണ് എന്ന് ക്രമേണ വർണ്ണിക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ 32-ാമത്തെ അധ്യായം 33-ാമത്തെ അധ്യായത്തിൽ നരകങ്ങളുടെ സ്വരൂപം വർണ്ണിച്ചു. 34-ാമത്തെ അധ്യായത്തിൽ ദുഷ്കർമ്മങ്ങളുടെ സ്വരൂപം വർണ്ണിച്ചു. ഇനി ഏതൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ഏതൊക്കെ നരകങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യവും വൃത്തിയായിട്ട് ആ 35-ാമത്തെ അധ്യായത്തിൽ നിരൂപിക്കുന്നുണ്ട്. അപ്പൊ അനവധി ദുഷ്കർമ്മങ്ങൾ നിരൂപിക്കുന്നത് കൂടാതെ ഈ ഓരോ ദുഷ്കർമ്മങ്ങളും നരകവും തമ്മിലുള്ള കാര്യകാരണഭാവം നിരൂപിക്കുന്നതോടൊപ്പം ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ നരകം ലഭിക്കുന്നതിന് മുന്നോടിയായി എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അതിനും പറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്രായശ്ചിത്ത വിധാനവും യമധർമ്മരാജാവ് സാവിത്രിക്ക് ഉപദേശിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ജീവനിൽ വൈരാഗ്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 സരണിയാണ്. അത് ഇതിഹാസത്തിലും പുരാണത്തിലും മാത്രമല്ല ഉപനിഷത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു സരണിയാണത്. ജീവനിൽ വൈരാഗ്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സരണിയാണ് ഈ കാണുന്നത്. അപ്പോ നമുക്ക് ഈ നരകവർണ്ണനയും കർമ്മഫലാനുരൂപ നരകവർണ്ണനയൊക്കെ നമുക്ക് ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ തോന്നും. കാരണം വളരെ ചെറിയൊരു കർമ്മത്തിന് വരെ നരകമുണ്ട് എന്നാണ് പറയുന്നത്. വളരെ ചെറിയൊരു കർമ്മത്തിന് വരെ ഇന്ന നരകങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ ഇപ്പൊ അറിയാതെ നടത്തുന്ന ഒരു പ്രാണി പീഡയ്ക്ക് പോലും ഒരു നരകമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെ കൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനൊരു ഉദാഹരണം നമുക്ക് ഭാഷ്യത്തിൽ തന്നെ കാണാൻ പറ്റും. സൂത്രഭാഷ്യത്തില് ശങ്കരാചാര്യ ഭഗവത്പാദർ ഒരു പൂർവപക്ഷം കൊണ്ടുവന്നുണ്ട്. അതായത് ജ്ഞാനേനൈവതു കൈവല്യം ബ്രഹ്മവിദാപ്നോതി പരം എന്നീ ശ്രുതികൾ കൊണ്ട് ജ്ഞാനമാണ് മോക്ഷസാധനം എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ജ്ഞാനമാണ് മോക്ഷസാധനം എന്നുള്ള സിദ്ധാന്തം ഇരിക്കെ തന്നെ ഒരു പൂർവപക്ഷം കൊണ്ടുവരാണ് അദ്ദേഹം. അങ്ങനെ ജ്ഞാനമാണ് മോക്ഷസാധനം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, കർമ്മം കൊണ്ടും മോക്ഷം സാധിക്കാൻ പറ്റും എന്നൊരു പൂർവപക്ഷം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത് ഇതായിട്ട് ചേർത്ത് വായിക്കാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മം കൊണ്ട് മോക്ഷം അതെങ്ങനെയാണ് സംഭവിക്കുക? കർമ്മം കൊണ്ട് മോക്ഷം എന്നാണെങ്കിൽ മോക്ഷം നിത്യമല്ലേ? കർമ്മം കൊണ്ട് ഉണ്ടാവുന്ന ഒരു വസ്തുവല്ല അനിത്യമല്ലേ? അപ്പൊ കർമ്മം കൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിക്കാം. അപ്പൊ അതിന് അദ്ദേഹം ആ പൂർവപക്ഷത്തിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കർമ്മങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: നിത്യകർമ്മം, കാമ്യകർമ്മം, പാപങ്ങൾ.
ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നിത്യകർമ്മം വെച്ചാൽ സന്ധ്യാവന്തനാദി നിത്യകർമ്മങ്ങൾ, പിന്നെ പുണ്യകർമ്മങ്ങൾ. പുണ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമ്യകർമ്മങ്ങൾ, സ്വർഗാദികൾക്ക് വേണ്ടി ചെയ്യുന്ന കാമ്യകർമ്മങ്ങൾ. അതിനുശേഷമുള്ളത് പാപകർമ്മങ്ങൾ. ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാൾ സ്ഥിരമായിട്ട് നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു. നിത്യകർമ്മങ്ങൾ സന്ധ്യാവന്തനാദി നിത്യകർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരാൾ ജീവിക്കുന്നു. അതേസമയം അയാള് കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. കാമ്യകർമ്മങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗാദി ഉത്കൃഷ്ട ലോകപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് കാമ്യകർമ്മങ്ങൾ. അപ്പൊ ഈ മനുഷ്യൻ കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു, കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നില്ല, പാപകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിതി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം രാവിലെ ആയി കഴിഞ്ഞാൽ നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു, കാമ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ചെയ്യുന്നില്ല എന്നൊരു സ്ഥിതി. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നിത്യകർമ്മങ്ങൾക്ക് എന്താണ് ഫലം എന്നാണെങ്കിൽ പാപക്ഷയമാണ് ഫലം എന്ന് മീമാംസകന്മാര് പറയുന്നുണ്ട്. സന്ധ്യാവന്തനാദി നിത്യകർമ്മങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപക്ഷയത്തിനാണ് എന്നാണ് പറയാം. അതായത് നിത്യകർമ്മം സന്ധ്യാവന്തനം ചെയ്താൽ പാപം ഉണ്ടാവില്ല, ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടാവും. അപ്പൊ പാപക്ഷയമാണ് നിത്യകർമ്മത്തിനുള്ള ഫലം. ഈ വ്യക്തി നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാപങ്ങളൊന്നുമില്ല, പാപക്ഷയം ഉണ്ടാവുന്നു അദ്ദേഹത്തിന്. ഇനി അതിന്റെ അടുത്തതായിട്ട് നമുക്ക് പുണ്യകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പുണ്യകർമ്മങ്ങൾ ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ പുണ്യകർമ്മങ്ങൾ ചെയ്യാത്ത ഒരാൾക്ക് സ്വർഗാദി ലോകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പുണ്യകർമ്മങ്ങൾ ചെയ്താലാണല്ലോ സ്വർഗത്തിലേക്ക് പോകേണ്ടി വരിക. പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പാപകർമ്മങ്ങളാണുള്ളത്. പാപകർമ്മങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നില്ല. അപ്പൊ ഈ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നരകാദി ലോകങ്ങളിലേക്കും അദ്ദേഹം പോകുന്നില്ല. പുണ്യകർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ട് സ്വർഗാദി ലോകത്തിലേക്കും ഇദ്ദേഹം പോകുന്നില്ല. നിത്യകർമ്മങ്ങളെല്ലാം കറക്റ്റായിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് പാപക്ഷയങ്ങളെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇനിയൊരു ശരീരം കിട്ടാനില്ല എന്നുള്ളത് കൊണ്ട് മോക്ഷം സംഭവിക്കും എന്നൊരു പൂർവപക്ഷം ശങ്കരാചാര്യരെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലെ ഭഗവത്പാദർ കൊണ്ടുവരികയും അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു സമാധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിപുണാനാമപി സൂക്ഷ്മാപരാധ ദർശന എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് സുനിപുണാനാമപി, അതായത് വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും സൂക്ഷ്മമായിട്ടുള്ള അപരാധങ്ങൾ സംഭവിക്കില്ല എന്ന് പറയുക. സൂക്ഷ്മമായിട്ടുള്ള അപരാധം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പോലും ചെയ്യുന്ന പാപകർമ്മങ്ങൾ, അത് അറിയാതെ പോലും ചെയ്യുന്ന നടക്കുമ്പോൾ വരുന്ന പ്രാണിപീഡയോ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഒരു ഉറുമ്പ് കാലിന്റെ അടിയിൽ പെടുക, ഇങ്ങനത്തെ സൂക്ഷ്മമായിട്ടുള്ള അപരാധങ്ങൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും വരുന്ന സൂക്ഷ്മാപരാധങ്ങൾ ഒരിക്കലും തടയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള സിദ്ധാന്തം, ഈ ഒരു രീതിയിലുള്ള പൂർവപക്ഷം കൊണ്ടുവരാനേ പറ്റില്ല എന്ന് അദ്ദേഹം ഖണ്ഡിക്കുകയും പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു സിദ്ധാന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യകർമ്മങ്ങൾക്ക് പാപക്ഷയം മാത്രമാണ് ഫലം എന്ന് മീമാംസകന്മാർ പറഞ്ഞത് തെറ്റാണ്. നിത്യകർമ്മങ്ങൾക്ക് പാപക്ഷയം മാത്രമല്ല ഫലം, അതിന് ബ്രഹ്മലോകപ്രാപ്തി പര്യന്തം ഫലമുണ്ട്. നിത്യകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ബ്രഹ്മലോക പര്യന്തം നമുക്ക് ഫലം കിട്ടുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാ ആമ്രേ നിമിത്തേ ഛായാഗന്ധവും അനൂത്പദ്യതേ തഥാ ധർമ്മം ചര്യമാണസ്യ അർത്ഥാഹ അനൂത്പദ്യന്തേ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അതായത് ആമ്രേ നിമിത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്രം വെച്ചാൽ മാവ് നർത്ഥം. മാവ് നമ്മൾ നടുമ്പോ മാങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് മാവ് നടുന്നത്. എന്നാലും ആമ്രേ നിമിത്തേ മാവ് നട്ടു കഴിഞ്ഞാൽ മാങ്ങ മാത്രമല്ല നമുക്കൊന്ന് കിട്ടുക, പല വസ്തുക്കളും കിട്ടും. അതിന് ഇല കിട്ടും, മാങ്ങ കിട്ടും, നിഴല് കിട്ടും, ഗന്ധം വരും. അപ്പൊ ഇതെല്ലാം നമുക്ക് അതിന്റെ ആനുഷംഗികമായിട്ട്, അതായത് ബൈ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫലങ്ങളാണ്. അതേപോലെ തന്നെ നിത്യകർമ്മങ്ങൾ ചെയ്താലും അതിനും ബൈ പ്രോഡക്റ്റ് ആയിട്ട് ബ്രഹ്മലോക പര്യന്തം ഫലം അതിന് കൽപ്പിച്ച്, നിത്യകർമ്മങ്ങൾക്കും ബ്രഹ്മലോക പര്യന്തം ഫലങ്ങൾ കൽപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് നിത്യകർമ്മങ്ങൾക്ക് പാപക്ഷയം മാത്രമാണ് ഫലം എന്ന് കൽപ്പിച്ചാൽ പറ്റില്ല എന്ന് ഭഗവത്പാദർ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്ത് പറയാനാണ് ഞാൻ ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിപുണാനാമപി സൂക്ഷ്മാപരാധ ദർശന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ യമധർമ്മ രാജാവിന്റെയും സാവിത്രിയുടെയും തമ്മിലുള്ള സംഭാഷണത്തിലുള്ള നരക ഫല ഉപവർണ്ണന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നരകം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രയും നരകങ്ങളുടെ സ്വരൂപങ്ങളും ഓരോരോ ചെറിയ കർമ്മങ്ങൾക്കുമുള്ള നരകങ്ങളും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ദുഷ്കർമ്മങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ദേവ്യുപാസനയിലൂടെ ഉണ്ടാകുന്ന ശുഭകർമ്മങ്ങൾക്ക് ആ നരകപ്രാപ്തിയെ പോലും ഒഴിവാക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് അധ്യായത്തിന്റെ പരിസമാപ്തി. അതില് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വൈരാഗ്യത്തിനായിക്കൊണ്ടാണ് പറയുന്നത് എന്ന് യമധർമ്മരാജാവ് വീണ്ടും വീണ്ടും പറയുമ്പോഴും
എന്തിനാണ് വൈരാഗ്യത്തിനായിക്കൊണ്ട് ഈ ലോകത്തിൽ വെച്ച് തന്നെ പറയുന്നത്? മറ്റു പല ലോകത്തിലും വൈരാഗ്യത്തിനായിക്കൊണ്ട് പറഞ്ഞുകൂടെ? ഈ ലോകത്തിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു ചെറിയൊരു ശാസ്ത്രീയ അംശം നമുക്ക് നിരൂപിക്കാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതില് കഠോപനിഷത്തിലൊരു വാക്യമുണ്ട്, ഇഹചേത് അശകത് ബോദ്ധം പ്രാക് ശരീരസ്യ വിശ്രസ തത സർഗേഷു ലോകേഷു ശരീരത്വായ കൽപ്പതേ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെയാണ് ബ്രഹ്മജ്ഞാനത്തിന് ഏറ്റവും എളുപ്പമുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിലാണ് ബ്രഹ്മജ്ഞാനത്തിന് ഏറ്റവും എളുപ്പമുള്ള സ്ഥലം. കാരണം ഇഹചേത് അശകത് ബോധം, ഇവിടെ മനുഷ്യ ജീവിതത്തിൽ വെച്ചിട്ട് ബ്രഹ്മത്തിനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്വർഗത്തിലും നരകത്തിലും ഇതിനെ അറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? സ്വർഗം ഭോഗഭൂമി എന്നാണ് പറയാ. ഭോഗത്തിന് മാത്രമുള്ള ഭൂമിയാണ്. അതായത് ഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖ സാക്ഷാത്കാരമോ ദുഃഖ സാക്ഷാത്കാരമോ ആണ് ഭോഗം. സുഖാനുഭവവും ദുഃഖാനുഭവവും രണ്ടും ഭോഗം എന്ന് പറയാറുണ്ട്. അപ്പോ സ്വർഗവും നരകവും രണ്ടും അതെ, സ്വർഗവും നരകവും ഭോഗഭൂമിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഭോഗഭൂമിയായിട്ട് ചിത്രീകരിക്കുന്ന സ്വർഗവും നരകവും നരകത്തിലും വെച്ചിട്ട് ബ്രഹ്മത്തിനെ, ആത്മാവിനെ വിവേചിച്ച് അറിയാൻ കഴിയില്ല. കാരണം എന്താണ്? ഇപ്പൊ സ്വർഗത്തിൽ നോക്കി നോക്കൂ, സ്വർഗത്തില് സുഖലോലുപമായിട്ടാണ് സ്വർഗത്തിലെ ജീവിതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതം, നമ്മളിപ്പോ ഒരു പക്ഷേ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ അനുഭവിക്കാൻ പറ്റുന്ന ശരീരവുമായിട്ട് അവിടുത്തെ സുഖഭോഗങ്ങൾ അനുഭവിച്ചാണ്, അവിടെ സ്വർഗലോകത്തിൽ ലഭിക്കുന്ന സുഖഭോഗങ്ങൾ അനുഭവിച്ചാണ് കഴിയുന്നത്. അപ്പോൾ അവിടെ ഈ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിലൂടെ നമുക്ക് വൈരാഗ്യം വരൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വൈരാഗ്യം വരുന്നത് എപ്പോഴാണ്? സാമാന്യഗതിക്ക് എന്ന് പറഞ്ഞാൽ ദുഃഖം വരുമ്പോഴാണ് നമുക്ക് വൈരാഗ്യത്തിനെ കുറിച്ചുള്ള ഒരു ചിന്ത തന്നെ വരുന്നത്. ഒരു ചെറിയൊരു ദുഃഖം മനസ്സിൽ വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച് നടന്നില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിലായില്ല, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഒരു വൈരാഗ്യത്തിന്റെ ഒരു ലാഞ്ചന. വൈരാഗ്യത്തിന് വെച്ചാൽ സംസ്കൃത വൈരാഗ്യത്തിന്, മലയാള വൈരാഗ്യത്തിന്റെ അല്ല. മലയാള വൈരാഗ്യം ദ്വേഷം അർത്ഥമാണ്. നമ്മുടെ വേദാന്തത്തിൽ പ്രസിദ്ധമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ ഒരു ലാഞ്ചന പോലും നമുക്ക് വരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ദുഃഖത്തിന്റെ സംസ്പർശം ഉണ്ടെങ്കിലേ നമുക്ക് വൈരാഗ്യത്തിന്റെ ഒരു ലാഞ്ചനെങ്കിലും വരുള്ളൂ. അപ്പൊ ഈ സ്വർഗാദി ഭൂമികളില് നമുക്ക് വൈരാഗ്യത്തിന്റെ ഒരു ചർച്ചയെ വരുന്നില്ല. കാരണം സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെ ഇച്ഛിക്കുന്നു, അത് നടക്കുന്നു, അങ്ങനെയാണ്. സങ്കല്പാദേവാസ്യ പിതര സമുത്തിഷ്ഠന്തി എന്ന് പറയും. സങ്കല്പമാത്രമാണ് അവിടെ ഫലങ്ങൾ കിട്ടുന്നത്. സ്വർഗത്തിൽ അങ്ങനെയാണ് ഉപനിഷത്ത് പറയുന്നത്. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല സ്വർഗം എങ്ങനെയാണ് ഇരിക്കുന്നത് പറയാൻ പറ്റില്ല. ഈ മറ്റു ലോകങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയെ നമ്മുടെ മുമ്പിലുള്ള വേദം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സങ്കല്പാദേവാസ്യ പിതര സമുത്തിഷ്ഠന്തി, സങ്കല്പമാത്രയാണ് അവിടെ ഫലങ്ങൾ വന്നു ചേരുന്നു സ്വർഗത്തിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സങ്കല്പമാത്രയാണ് വന്നു ചേരുന്ന ഫലങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് വൈരാഗ്യത്തിന്റെ ലാഞ്ചന പോലും വരില്ല. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് ആത്മാവിനെ കുറിച്ച് അറിയുക എന്നുള്ളത് ദുഷ്പ്രാപമാണ്. ആത്മാവിനെ കുറിച്ച് അറിയാനേ കഴിയില്ല. ആ ഒരു വൈരാഗ്യത്തിന്റെ ഒരു ഭാവന പോലും നമുക്ക് അവിടെ വരില്ല. അവിടെ സ്വർഗത്തില്. നരകത്തിലാണെങ്കിൽ വൈരാഗ്യത്തിന്റെ ഭാവന വരില്ല. കാരണം എന്താണ്? ദുഃഖാനുഭവമാണ്. ഫുൾ ആൻഡ് ഫുൾ മുഴുവനായിട്ടുള്ള ദുഃഖാനുഭവം ആകുമ്പോഴും വൈരാഗ്യത്തിന്റെ ഭാവന വരാൻ ബുദ്ധിമുട്ടാണ്. ഇനി രണ്ടാമതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയും ബ്രഹ്മലോകത്തും രണ്ട് സ്ഥലത്തും ഈ ബ്രഹ്മത്തിനെ അവഗമിക്കാനുള്ള സാധനങ്ങൾ അനവധിയാണ്. ശ്രവണം, മനനം, നിധിധ്യാസനം എന്നീ ഉപായങ്ങളിലൂടെ ഗുരുവിനെ അടുത്തറിഞ്ഞ് ഗുരുവിന്റെ അടുത്ത് ചെന്ന് തദ്വിദ്ധി പ്രണിപാതേന എന്ന് പറഞ്ഞ രീതിയിൽ ആത്മാവിനെ അറിയാനുള്ള ഉപായങ്ങൾ രണ്ട് സ്ഥലത്താണ് വളരെ സുഖകരമായിട്ട് ആത്മാവിനെ അറിയാൻ കഴിയുന്നത്. അത് ഇവിടെയും ബ്രഹ്മലോകത്തുമാണ് എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അതെങ്ങനെയാണ്? യഥാദർശേ തഥാത്മനി. ഇപ്പോ ആദർശേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർപ്പണത്തില്, കണ്ണാടിയില് എങ്ങനെയാണോ കണ്ണാടിയിൽ പ്രതിബിംബം കാണുന്നത്, മുഖത്തിന്റെ പ്രതിബിംബം എങ്ങനെയാണോ കാണുന്നത്, അതേപോലെ ആത്മാവിനെ ഈ മനുഷ്യ ജീവിതത്തിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയും. അത്രയും വിവിക്തമായിട്ട് കാണാൻ കഴിയും എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. യഥാ സ്വപ്നേ തഥാ പിതൃലോകെ. പിതൃലോകെ സ്വർഗലോകത്തില് സ്വപ്നത്തിലുള്ള പോലെയാണ് കാണാൻ കഴിയുള്ളൂ. സ്വപ്നത്തില് ആത്മാനാത്മ വിവേകം ഇല്ല. നമുക്ക് സ്വപ്നത്തിൽ ആത്മാനാത്മ വിവേകം ഇല്ലാത്തത് കൊണ്ട് തന്നെ വിവേകേന ആത്മബോധം പിതൃലോകത്തിൽ, സ്വർഗലോകത്തിൽ വെച്ച് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. യഥാപ്സു പരീവദൃശേ തഥാ ഗന്ധർവലോകെ. ഗന്ധർവലോകത്താണെങ്കിലോ ദദൃശേ ഇവ ആത്മാവിനെ കാണുപോലുമില്ല, കാണുന്നു എന്ന പോലെ ആണ് പറയുന്നത്. ഛായാതപയോരിവ ബ്രഹ്മലോകെ. എന്നാൽ ബ്രഹ്മലോകത്തിലാണെങ്കിലോ വൃത്തിയായിട്ട് വിവേകേന കാണാൻ പറ്റും. എങ്ങനെയാണ്? ഛായാതപയോരിവ. ഛായ എന്ന് പറഞ്ഞാൽ നിഴല്, ആതപം ചെയ്യുന്ന സൂര്യന്റെ വെളിച്ചം.
അപ്പൊ വെളിച്ചവും നിഴലും തമ്മിൽ എങ്ങനെയാണോ വളരെ വ്യത്യാസം, കാരണം വെളിച്ചത്തിനെ നിഴലായിട്ടും നിഴലിനെ വെളിച്ചമായിട്ടും നമുക്ക് മനസ്സിലാവില്ല, അതിലൊരു ഭ്രമത്തിന്റെ അവകാശം ഇല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് തെറ്റിദ്ധാരണയുടെ അവകാശം ഇല്ല. നിഴലിനെ നിഴലായിട്ടും വെളിച്ചത്തിനെ വെളിച്ചമായിട്ടും തന്നെയാണ് തോന്നുന്നത്. അത്രയും വിവേകേന എങ്ങനെയാണോ വെളിച്ചവും നിഴലും വളരെ വിഭിന്നമായിട്ട് വിവേകേന മനസ്സിലാവുന്നത്, അതേപോലെ ആത്മാവിനെ മനസ്സിലാവുക എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബ്രഹ്മലോകത്തിലാണ് മനസ്സിലാവുക എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. പക്ഷെ അതിന്റെ ഒപ്പം ഉപനിഷത്ത് വീണ്ടും പറയുന്നു, ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരൽ എളുപ്പമല്ല. അതുകൊണ്ട് ആത്മാവിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അറിയണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ ഒരു ഇതിഹാസ പുരാണത്തിലൂടെ കടന്നു ചെന്ന് ഈ നരകസ്വരൂപാദി വർണ്ണനകളിലൂടെ യൗക്തികമായിട്ട് ചിന്തയെങ്കിലും, ഒരു ആത്മസ്വരൂപത്തിനെ കുറിച്ച് ഒരു യൗക്തികമായിട്ട് ചിന്തയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമാണ് എന്നുള്ള രീതിയിൽ വേണം വിചാരിക്കാൻ. അപ്പോ അതാണ് ഉപനിഷത്ത് പറഞ്ഞത്, ഇഹ ചേത് അശകത് ബോധം, ഇവിടെ ബോധിക്കാൻ പറ്റിയില്ല, ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ നാശത്തിന് മുന്നേ, അതായത് മരണത്തിന് മുന്നേ ആത്മാവിനെ ബോധിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റു ലോകങ്ങളിലേക്ക് പോണ്ടി വരും. മറ്റു ലോകങ്ങളിൽ പോയി കഴിഞ്ഞാൽ സ്വർഗാദി ലോകങ്ങളിലെ ആത്മാവിനെ മനസ്സിലാക്കുക എന്നുള്ളത് സംഭവിക്കുന്ന കാര്യമേ അല്ല. കാരണം അവിടെ അതൊരു ഭോഗഭൂമിയാണ്. ബ്രഹ്മലോകമാണോ ദുഷ്പ്രാപവുമാണ്. അപ്പൊ ആകെ പറ്റുന്നത് ഈ ലോകത്തിൽ വെച്ച് തന്നെ ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് എന്നാണ് കഠോപനിഷത്തിന്റെ സാരം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇതിഹാസ പുരാണങ്ങളുടെ പ്രവൃത്തി എന്നുള്ളത് കൊണ്ട് ഈ ഇതിഹാസ പുരാണങ്ങളിലൂടെ ഈ നരകാദി വർണ്ണനകൾ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ, ആ ഒരു യൗക്തിക ഭാവന, യൗക്തിക ബാധ നിശ്ചയത്തിന് വേണ്ടിയിട്ട്, അതായത് മിഥ്യാത്വം ദൃഢീകരിക്കാൻ, ജഗത്തിന്റെ മിഥ്യാത്വത്തെ ദൃഢീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ് യമധർമ്മരാജാവ് സാവിത്രിക്ക് ഉപദേശിക്കുന്നത്. ഇപ്പോ സാമാന്യഗതിക്ക് ഒരു 3-4 അധ്യായങ്ങൾ നമ്മൾ മുന്നോട്ട് പോയി. അതില് നരകവർണ്ണനയും ദുഷ്കർമ്മ വർണ്ണനയും അതിന്റെ പരസ്പരം കാര്യകാരണ ഭാവങ്ങളൊക്കെ വർണ്ണിച്ചതിന് ശേഷം ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കാം സാവിത്രിയുടെ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, സ്വാഭാവികമായിട്ട് ആലോചിക്കാവുന്നുള്ളൂ. കർമ്മഛേദമാർഗം എന്താണെന്നാണ് ചോദിക്കുന്നത്. കർമ്മത്തിനെ ഛേദിക്കാൻ എന്താണ് മാർഗം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കർമ്മത്തിനെ ഛേദിക്കാൻ എന്താണ് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമധർമ്മരാജാവ് സ്വാരസികമായിട്ടുള്ള മറുപടി എന്താണ് പറയേണ്ടത്? ദേവി ഉപാസന എന്നാണ് പറയേണ്ടത്. കാരണം ശ്രീമദ് ദേവി ഭാഗവത്തിൽ നിന്നുകൊണ്ട് ദേവി ഉപാസന എന്നും ശ്രീമദ് മറ്റൊരു ഇപ്പോ പരമശിവ സംബന്ധിയായിട്ടൊരു പുരാണമാണെങ്കിൽ പരമശിവ ഉപാസന എന്നും, മഹാവിഷ്ണു സംബന്ധിയായ ഒരു പുരാണമാണെങ്കിൽ മഹാവിഷ്ണു ഉപാസന എന്നും പറയേണ്ടത് തന്നെയാണ്. എന്തായാലും തത്തത് ശക്തികളെ ഉപാസിക്കുന്നത് കൊണ്ട് അതത് ദുഷ്കർമ്മങ്ങളെ പരിത്യജിച്ച് ശുഭകർമ്മ പ്രാപ്തിയിലൂടെ കർമ്മഛേദം ലഭിക്കും എന്നുള്ളതാണ് എല്ലാ ഇതിഹാസ പുരാണത്തിന്റെയും താല്പര്യം. അതാണ് ഞാൻ പറഞ്ഞത്, മുമ്പേ കൂട്ടി പറഞ്ഞത്, കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കഥയിൽ യൗക്തികമായിട്ടുള്ള ചില ബാധ നിശ്ചയങ്ങൾ വരുമെങ്കിലും കഥയിലൂടെ കിട്ടുന്ന എന്താണോ പാഠം, അത് ആ ശാസ്ത്രീയമായിട്ടുള്ള തത്വം, അതിലാണ് നമ്മുടെ താല്പര്യം. ഇപ്പൊ ഇതേ വസ്തു ഇപ്പൊ യമധർമ്മരാജാവ് എന്താണ് പറയുന്നത്? ദേവിയുടെ ഉപാസനയിലൂടെ കർമ്മഛേദം സംഭവിക്കും എന്ന് പറയുന്നു. ഇതേ യമധർമ്മരാജാവിന് ചിലപ്പോ ശിവനെ നിന്ദിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോ ഒരുപക്ഷെ ദേവിയുടെ ഉപാസനയിലൂടെ കർമ്മഛേദം സംഭവിക്കും എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ശിവൻ നിന്ദ്യനാവുന്നില്ല, ശിവൻ ഒരിക്കലും നിന്ദ്യനാവുന്നില്ല. കാരണം ഈ ശാസ്ത്രീയമായിട്ടുള്ള ചിന്തയിൽ നഹിനിന്ദാന്യായം എന്നൊരു ന്യായമുണ്ട്. നഹിനിന്ദാന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ദിക്കും, പക്ഷെ നിന്ദിക്കാൻ വേണ്ടിയിട്ടല്ല നിന്ദിക്കുന്നത്, മറ്റൊന്നിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് നിന്ദിക്കുന്നത്. നിന്ദയിൽ താല്പര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സൗന്ദര്യലഹരിയിലെ കാണാം, ദേവിയുടെ ദാസന്മാരാണ് ശിവനും വിഷ്ണുവും എന്ന് കാണാം. ദേവിയുടെ ദാസന്മാരാണ് ശിവനും വിഷ്ണു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണത്? സത്യം പറഞ്ഞാൽ ഇനി ഒന്നുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈശ്വരന്മാർ എന്ന് തന്നെ ഇല്ല. പാരമാർത്ഥിക ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഈശ്വരനുള്ളൂ, അത് ബ്രഹ്മമാണ്, ചൈതന്യമാണ് എന്ന് പറയുന്ന സ്ഥിതിക്ക് തന്നെ ഈശ്വരന്മാർ എന്ന് പറയുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു വിഷയത്തെ ചിത്രീകരിക്കാനാണ് അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെ നിരൂപിക്കാനാണ് ഈ ഈശ്വരന്മാർ എന്ന് പറയുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോ ഇതേപോലെ തന്നെ പരമശിവനെയും വിഷ്ണുവിനെയും നിന്ദിക്കുന്നതിലൂടെ ദേവിയുടെ സ്തുതിയിലാണ് താല്പര്യം. പരമശിവന്റെയോ മഹാവിഷ്ണുവിന്റെയോ ബ്രഹ്മാവിന്റെയോ നിന്ദയിലല്ല താല്പര്യം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയണത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കണം. അതാണ് ശാസ്ത്രീയമായിട്ടുള്ള നിരൂപണ പദ്ധതി, അതാണ് എന്ന് മനസ്സിലാക്കിയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പൊ എന്തായാലും കർമ്മഛേദ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് കർമ്മഛേദ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചദേവോപാസന ആണ് കർമ്മഛേദ മാർഗം എന്നാണ് ഇവിടെ ഇപ്പോ യമധർമ്മരാജാവ് പറയുന്നത്. അതിലിപ്പോ ആരെയും നിന്ദിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിന്ദയും സ്തുതിയൊന്നും ഇവിടെ ഇല്ല. നിന്ദയും സ്തുതിയും ഉണ്ടെങ്കിലും അങ്ങനെ ഗ്രഹിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു വെക്കണം. അപ്പൊ പഞ്ചദേവാനുസേവനം, പഞ്ചദേവാനുസന്ധാനം എന്താണെന്ന് വെച്ചാൽ പറയാം. അതാണ് ഇവിടെ കർമ്മഛേദത്തിനായിട്ട് യമധർമ്മരാജാവ് ഉപദേശിക്കുന്നത്. അതെന്തൊക്കെയാണ്? ശിവൻ,
ശക്തി, വിഷ്ണു, ഗണേശൻ, സൂര്യൻ, ഈ 5 ദേവന്മാരുടെ ഉപാസന ഇവിടെ, അതായത് പഞ്ചായതന പൂജ എന്നൊക്കെ പറയുന്ന പോലെ ഈ പഞ്ചദേവാനുസന്ധാനം ആണ് ഇവിടെ കർമ്മച്ഛേദ മാർഗത്തിലൊരു പ്രധാന അവിഭാജ്യ ഘടകമായിട്ട് യമധർമ്മരാജാവ് സാവിത്രിക്ക് ഉപദേശിക്കുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ട് യമധർമ്മരാജാവ് പറയാം, ദേവി ആരാധന ചെയ്യുന്ന ഒരാൾക്ക് പോലും അശുഭ കർമ്മങ്ങൾ ത്തിന്റെ ലാഞ്ചന പോലും വരില്ല എന്നൊക്കെ യമധർമ്മരാജാവ് പറയുന്നുണ്ട്. ഇതിനുശേഷം സാവിത്രി ഇത്രയും ഈ നരകത്തിന്റെ വർണ്ണനയൊക്കെ കേട്ടതോടുകൂടി സാവിത്രി ഒന്ന് നിശ്ചലയായി ഇരിക്കുകയാണ്. അപ്പോ യമധർമ്മരാജാവ് സ്വയം ചോദ്യം ഉത്ഥാപിപ്പിച്ചുകൊണ്ട് സാവിത്രിക്ക് ചില കുറച്ചും കൂടി ഒരു തത്വബോധം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ സാവിത്രിയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇനിയും തത്വത്തെ തന്നെയാണ് ഉപദേശിക്കുന്നത്. അതായത് ഇതിനുശേഷം യമധർമ്മരാജാവ് സ്വയം ചോദ്യം ഉണ്ടാക്കുകയാണ്. തത്വം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ യമധർമ്മരാജാവ് ലോകാന്തര ശരീരത്തെ പറ്റി വർണ്ണിക്കുകയാണ്. അതായത് ഇപ്പോ ലോകാന്തരങ്ങളെല്ലാം പറഞ്ഞു, കാരണം ശുഭകർമ്മത്തെക്കുറിച്ചും ദുഷ്കർമ്മത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം യമധർമ്മരാജാവ് എങ്ങനെയാണ് ഒരു ജീവൻ മറ്റൊരു ലോകത്ത് ചെന്ന് സുഖത്തെ അനുഭവിക്കുന്നത്, ഈ സ്ഥൂല ശരീരം കൊണ്ട് തന്നെയാണോ അനുഭവിക്കുന്നതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ അനുഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഈ സ്ഥൂല ശരീരം കൊണ്ടല്ല മറ്റൊരു ലോകത്തിൽ ചെന്ന് കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നത് എന്നുള്ളത് പ്രത്യക്ഷമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സ്ഥൂല ശരീരം നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഈ സ്ഥൂല ശരീരം നമ്മൾ ഇവിടെ വിട്ടിട്ടാണ് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സ്ഥൂല ശരീരം ഇവിടെ തന്നെ വിട്ടിട്ട് സൂക്ഷ്മ ശരീരം കൊണ്ടാണ് പോകുന്നത്. സൂക്ഷ്മ ശരീരം കൊണ്ടാണ് മറ്റൊരു ലോകത്തേക്ക് പോയിട്ട് കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരം എന്താണ്, ഈ പരലോകയാത്രാ നിർവാഹകം എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഭാഷ സംജ്ഞ. ഈ സൂക്ഷ്മ ശരീരത്തിന് നമ്മുടെ ഗ്രന്ഥങ്ങളില്, ഈ വേദാന്ത വാദഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, പരലോകയാത്രാ നിർവാഹകം എന്നാണ് പറയുന്നത്. പരലോകയാത്രയെ നിർവഹണം ചെയ്യുന്ന ഒരു ശരീരമായിട്ടാണ് ഈ സൂക്ഷ്മ ശരീരത്തെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം സ്ഥൂല ശരീരം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സ്ഥൂല ശരീരം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്, ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്, നമുക്ക് പ്രത്യക്ഷത കാണാൻ പറ്റും. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളതിനൊരു ശ്ലോകം ഉണ്ട്. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്ഥം സൂക്ഷ്മാംഗം ഭോഗസാധനം. ഭോഗസാധനമായിട്ടുള്ള സൂക്ഷ്മ ശരീരത്തില് 5 പ്രാണങ്ങള്, മനസ്സ്, ബുദ്ധി, 10 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, 10 ഇന്ദ്രിയങ്ങൾ, അപ്പൊ എല്ലാം കൂടി കഴിഞ്ഞാൽ 17 വസ്തുക്കൾ അടങ്ങിയതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മ ശരീരം പരലോകയാത്രാ നിർവാഹകമായിട്ടുള്ള സൂക്ഷ്മ ശരീരം കൊണ്ടാണ് ജീവൻ മറ്റൊരു ലോകത്ത്, സ്വർഗമായിക്കോട്ടെ, നരകമായിക്കോട്ടെ, ബ്രഹ്മലോകമായിക്കോട്ടെ, പിതൃലോകമായിക്കോട്ടെ, ഗന്ധർവലോകമായിക്കോട്ടെ, അവിടെ ഫലം അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് യമധർമ്മരാജാവ് സാവിത്രിയോട് പറയുന്നത്. ഈ സൂക്ഷ്മ ശരീരം ബ്രഹ്മജ്ഞാന പര്യന്തസ്ഥായിയാണ്. ബ്രഹ്മജ്ഞാനം വരുന്നവരെ ഈ സൂക്ഷ്മ ശരീരം നിൽക്കും. കാരണം ഇത് മനസ്സൊക്കെ ചേർന്നിട്ടുള്ളതാണല്ലോ. അപ്പൊ ഇതിന്റെ നാശം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തിലൂടെയേ ഈ സൂക്ഷ്മ ശരീരത്തിന്റെ നാശം വരുന്നുള്ളൂ. അതുവരെ ഈ സൂക്ഷ്മ ശരീരം അതേപോലെ നമുക്ക് നിൽക്കും. അത് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ എന്ന ഒരു ഉപനിഷത്ത് മന്ത്രമുണ്ട്. അപ്പൊ അതിന് ബ്രഹ്മജ്ഞാനത്തിന്റെ സമയത്ത് എന്താണ് ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയണം, ഭിദ്യതേ ഹൃദയഗ്രന്ഥി. ഹൃദയഗ്രന്ഥി ഭേദിക്കുന്നു എന്നാണ് പറയുന്നത്. ഹൃദയഗ്രന്ഥി ഭേദിക്കാതെ എന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം നശിക്കുന്നു എന്നർത്ഥം. എല്ലാ സംശയങ്ങളും ഒഴിവായി ഹൃദയഗ്രന്ഥിയുടെ ഭേദനമാണ് സംഭവിക്കുന്നത്. അപ്പോ സൂക്ഷ്മ ശരീരത്തിന്റെ നാശമാണ് അവിടെ പറയുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞു വന്നപ്പോ സൂക്ഷ്മ ശരീരം കൊണ്ടാണ് ജീവൻ മറ്റൊരു ലോകത്തിൽ സുഖത്തെയോ ദുഃഖത്തെയോ അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ശരി, ഈ സൂക്ഷ്മ ശരീരം മാത്രം മതിയോ സുഖത്തിനെയോ ദുഃഖത്തിനെയോ എന്തോ ആയിക്കോട്ടെ, സുഖത്തെയോ ദുഃഖത്തെയോ അനുഭവിക്കാൻ ഈ സൂക്ഷ്മ ശരീരം മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ, സൂക്ഷ്മ ശരീരം മാത്രം മതി എന്നാണെങ്കിൽ ഈ സ്ഥൂല ശരീരം എന്തിനാ? ഇവിടെ സുഖം അനുഭവിക്കാനും സൂക്ഷ്മ ശരീരം പോരെ, സ്ഥൂല ശരീരത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നാണെങ്കിൽ ആ സ്ഥൂല ശരീരം വേണ്ടാന്ന അഭിപ്രായത്തിലല്ല, സൂക്ഷ്മ ശരീരത്തിലൂടെയാണ് ജീവൻ മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിലൂടെ ജീവൻ മറ്റൊരു ലോകത്തിലേക്ക് പോയിട്ട് ആ ലോകത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സുഖത്തിനും ദുഃഖത്തിനും അനുഭവിക്കാൻ പാകത്തിന്, ആ സുഖവും ദുഃഖവും അനുഭവിക്കാൻ പാകത്തിനൊരു ശരീരം നമ്മൾ അവിടെ എടുക്കണം. അതായത് ഈ സ്ഥൂല ശരീരം ഈ മനുഷ്യലോകത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സുഖത്തിനോ ദുഃഖത്തിനോ അനുകൂലമായിട്ടുള്ളതാണ്. ഈ സ്ഥൂല ശരീരം കൊണ്ട് സ്വർഗത്തിലെയോ നരകത്തിലെയോ സുഖമോ ദുഃഖമോ അനുഭവിക്കാൻ യോഗ്യമല്ലാത്ത ശരീരമാണ് ഈ സ്ഥൂല ശരീരം. അപ്പോ സ്വർഗത്തിൽ പോയിട്ട് അവിടുത്തെ സുഖം അനുഭവിക്കാനോ
നരകത്തിൽ പോയിട്ട് അവിടുത്തെ ദുഃഖം അനുഭവിക്കാനോ മറ്റേത് ലോകത്തിൽ പോയിട്ട് ദുഃഖമോ സുഖമോ അനുഭവിക്കാനോ ആ ലോകത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സുഖത്തിനും ദുഃഖത്തിനും വണ്ണം ഒരു ശരീരം എടുത്തേ മതിയാവും. ഒരു ഉദാഹരണം, ഒരു വേറൊരു രീതിയിൽ അതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ എന്തെങ്കിലും ഒരു പാപം കർമ്മ ചെയ്തു കഴിഞ്ഞാൽ, ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു അശുഭം കർമ്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 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 പണിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ശിക്ഷയാണ്. ഒരു 2000 ദണ്ഡനങ്ങൾ, 2000 അടി, 2000 ദണ്ഡനങ്ങൾ ആണ് ഒരു അശുഭ കർമ്മത്തിനുള്ള ശിക്ഷ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ 2000 ദണ്ഡനങ്ങൾ അശുഭ കർമ്മത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോ ഒരുപക്ഷെ ഈ സ്ഥൂല ശരീരം കൊണ്ടുപോലും അനുഭവിക്കാൻ പറ്റാത്ത ദണ്ഡനയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാളെ ഒരു മരത്തിൽ കെട്ടി നിർത്തിയിട്ട് 2000 അടി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അയാൾ കുറച്ച് കഴിഞ്ഞാൽ ബോധരഹിതനാവും. അയാൾ ചിലപ്പോൾ ബോധരഹിതനായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സുഖവും ദുഃഖവും ഒന്നുമില്ല. അപ്പോ എന്താണ് വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില കർമ്മങ്ങൾക്ക്, ഈ ലോകത്താണെങ്കിലും ചെയ്യുന്ന ചില കർമ്മങ്ങൾക്ക് ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്ത ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്തത്ര ദുഃഖം അനുഭവിക്കേണ്ടുന്ന പക്ഷം മറ്റൊരു ശരീരത്തിൽ ചെന്ന് ദുഃഖം അനുഭവിച്ചേ മതിയാവൂ. അതുകൊണ്ട് പരലോകം എന്നുള്ളൊരു വസ്തു ഇല്ല എന്ന് സങ്കല്പിക്കാനേ കഴിയില്ല. കാരണം എന്താണ്, ഇപ്പൊ 2000 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറച്ച് കഴിഞ്ഞാൽ ബോധം അയാളുടെ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അടിയാണോ ഇടിയാണോ ഒന്നും മനസ്സിലാവില്ല. അയാൾക്ക് ഒന്നും ഒരു സുഖമില്ല, ദുഃഖമില്ല, ഒരു സാക്ഷാത്കാരം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് ശിക്ഷ നടപ്പിലായി എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഈ ശിക്ഷ നടപ്പിലാവണം എന്നുണ്ടെങ്കിൽ ആ 2000 അടിക്ക് തുല്യമായിട്ടുള്ള ദുഃഖം അനുഭവിക്കാൻ പാകത്തിനൊരു ശരീരം അയാൾക്ക് മറ്റൊരു ലോകത്തിൽ ചെന്ന് എടുത്തേ പറ്റൂ. അപ്പൊ ആ ദുഃഖം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ശരീരം മറ്റൊരു ലോകത്തിൽ ചെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നരകത്തിലോ സുഖവും ദുഃഖവും, ഞാൻ ദുഃഖത്തിന്റെ മാത്രം പറഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ദുഃഖം മാത്രം പറയുന്നത്, വേറെ ഒന്നുമില്ല. ഇപ്പൊ സുഖത്തിലാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പോ ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്തത്ര സുഖം ഉള്ളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ ശരീരം പോരല്ലോ ആ സുഖം അനുഭവിക്കാൻ. അപ്പൊ മറ്റൊരു ശരീരം എടുത്തേ മതിയാവും ആ സുഖം അനുഭവിക്കാൻ. കർമ്മങ്ങൾക്ക് ഫലമില്ല എന്ന് പറഞ്ഞല്ലോ, കർമ്മങ്ങൾക്ക് ഫലമുണ്ട്. ആ ഫലം അനുഭവിക്കാൻ, ആ സുഖം അനുഭവിക്കാൻ പാകത്തിനൊരു ശരീരം എടുക്കുന്ന ലോകത്തിലേക്ക് ചെന്ന് അവിടെ ആ സുഖം അനുഭവിക്കാൻ പാകത്തിനൊരു ശരീരം എടുത്ത് ആ സുഖം അനുഭവിച്ചാലേ ആ കർമ്മവും ആ സുഖവും ആ ഫലവും തമ്മിലുള്ള ഒരു കാര്യകാരണഭാവം പൂർത്തിയാവും എന്ന് വേണം പറയാൻ. അപ്പോ ഇവിടെ പ്രസംഗ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, യമധർമ്മരാജാവ് സാവിത്രിയോട് പറയുന്നത് എന്താണ്? സൂക്ഷ്മ ശരീരം കൊണ്ട് മാത്രം സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല, പക്ഷേ ജീവന് മറ്റൊരു ലോകത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരം മൂലമാണ് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ജീവൻ മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നത്. മറ്റൊരു ലോകത്തിലേക്ക് ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് ജീവൻ പോയി ആ ലോകത്തിൽ ഏതൊക്കെ സുഖമാണോ ഏതൊക്കെ ദുഃഖമാണോ അനുഭവിക്കേണ്ടത്, സ്വർഗത്തിലാണെങ്കിൽ സുഖം മാത്രം, നരകത്തിലാണെങ്കിൽ ദുഃഖം മാത്രം, ഈ സുഖങ്ങൾ അനുഭവിക്കാൻ പാകത്തിനുള്ള ഒരു ശരീരം ആ ജീവന് അവിടെ ലഭിക്കുകയും ആ ശരീരത്തിന് ആ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ദുഃഖങ്ങൾ സുഖങ്ങളോ ദുഃഖങ്ങളോ, സ്വർഗത്തിലാണെങ്കിൽ സുഖം അനുഭവിച്ച് ആ സുഖങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സുഖാനുഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്ഷീണേ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ മർത്യലോകം വിശന്തി, വീണ്ടും മനുഷ്യലോകത്തിലേക്ക് വരുന്നു എന്നാണ് യമധർമ്മരാജാവ് ഈ ഒരു സ്വയം ഉത്ഥാപിപ്പിച്ച് ഈ ഒരു തത്വം സാവിത്രിയെയും നമ്മളെയും ബോധിപ്പിക്കണം എന്ന് വിചാരിച്ച് യമധർമ്മരാജാവ് സ്വയം പ്രശ്നം ചെയ്ത് സ്വയം ചോദ്യം ചോദിച്ച്, സാവിത്രി നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് യമധർമ്മരാജാവ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ച് യമധർമ്മരാജാവ് ഈ തത്വം നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പോ ഓൾമോസ്റ്റ് കഴിഞ്ഞു, 38-39 അധ്യായമൊക്കെയായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് സാവിത്രി ചോദിക്കുന്നത് കർമ്മച്ഛേദത്തിനുള്ള കാരണമായിട്ടുള്ള 39 അധ്യായത്തില് സാവിത്രി ചോദിക്കുന്നത് കർമ്മച്ഛേദമാണ് സാവിത്രി ചോദിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പ്രസംഗമായിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം, ഈ തത്വ ചിന്ത എല്ലാം വന്നത്. അതിനുശേഷം സാവിത്രി ചോദിക്കുന്നത് ജ്ഞാനത്തെ കുറിച്ചാണ്. കർമ്മച്ഛേദത്തിന് വസ്തുതഃ ഹേതുഭൂതമായിട്ടുള്ള, വസ്തുത കാരണമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിക്കുകയും വസ്തുതഃ കർമ്മച്ഛേദത്തിന് കാരണമായിട്ടുള്ള ജ്ഞാനം മാത്രമാണ് എന്നും മറ്റെല്ലാ കാര്യങ്ങളും കർമ്മങ്ങളോ ഭക്തിയോ എന്തുമായിക്കോട്ടെ അതെല്ലാം ജ്ഞാനത്തിന് ഉപകാരമാണ്. നിത്യകർമ്മങ്ങളായിക്കോട്ടെ ഭക്തി ആയിക്കോട്ടെ, ഭഗവാനുള്ള ഭക്തി ആയിക്കോട്ടെ, ഇത് രണ്ടും ചിത്തശുദ്ധിദ്വാര ജ്ഞാനത്തിന് ഉപകരിക്കുന്നു എന്നാണ് യമധർമ്മരാജാവ് പറയുന്നത്. ഇതെല്ലാം യമധർമ്മരാജാവ് പറഞ്ഞതിന് ശേഷം സാവിത്രി വീണ്ടും പറയാണ്, എന്താണ്
എനിക്ക് എങ്ങനെയാണോ കർമ്മച്ഛേദത്തിന് ഉതകുന്ന ജ്ഞാനം ഉണ്ടാവുന്നത് അതിന് പാകത്തിന് എനിക്ക് ദേവീ ഭക്തി എനിക്ക് അനുഗ്രഹിച്ചു തരണം എന്ന് പറയുകയും ദേവീ ഭക്തി യമധർമ്മരാജാവ് സാവിത്രിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സാവിത്രി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ചില വ്രതങ്ങളെ കുറിച്ച് യമധർമ്മരാജാവിനോട് ചോദിക്കുകയും അത് സ്ത്രീ അധികാരികമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകൾക്ക് അനുദിനം അനുഷ്ഠിക്കാവുന്ന ചില വ്രതങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് വ്രതങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേവീഭക്തി അനുഗ്രഹിച്ച് നൽകിയതിനു ശേഷം സത്യവാൻ അവിടെ ബോധമില്ലാതെ കിടക്കുന്ന സത്യവാനെ യമധർമ്മരാജാവ് ജീവിപ്പിച്ച് സ്ത്രീകൾക്ക് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില കർമ്മവിശേഷങ്ങൾ അല്ലെങ്കിൽ വ്രതങ്ങൾ, ഒരു സാവിത്രി വ്രതം 14 വർഷം കൊണ്ട് അനുഷ്ഠിക്കേണ്ടുന്ന സാവിത്രി വ്രതം, അത് സാവിത്രി വ്രതം എന്നേ അതിലുള്ളൂ. കാരണം അതിന്റെ എങ്ങനെയാണ് സാവിത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയണ്ടാവില്ല. കാരണം അത് സാവിത്രി വ്രതം എന്നേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ 14 വർഷം കൊണ്ട് അനുഷ്ഠിക്കേണ്ടുന്ന സാവിത്രി വ്രതവും അത് വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സാവിത്രി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് കാണാൻ കഴിയുമായിരിക്കാം. ഏത് പുസ്തകം നോക്കേണ്ടത് എന്നുള്ളത് ഒന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പൊ സാവിത്രി വ്രതവും പിന്നെ ഭാദ്രമാസത്തിലെ ശുക്ല അഷ്ടമിക്ക് അനുഷ്ഠിക്കേണ്ടുന്ന മഹാലക്ഷ്മി വ്രതം, അതിനുശേഷം രാധാവ്രതം, ദുർഗാവ്രതം എന്നിങ്ങനെ ഒരു 5-6 വ്രതങ്ങൾ യമധർമ്മരാജാവ് സാവിത്രിക്ക് ഉപദേശിക്കുകയും ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ചിത്തശുദ്ധി കൈവന്ന് സാവിത്രി ദേവീപദം പ്രാപിക്കുന്നതായിട്ടാണ് 40-41 അധ്യായം വരെയുള്ള ഭാഗങ്ങൾ കഴിയുന്നത്. അപ്പോ ഇതില് പ്രായ സൗകര്യമായി. കാരണം എന്താ വെച്ചാൽ ഈ മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള യുക്തി ചിന്തയിലൂടെ കടന്നു പോകുന്ന ആളായതുകൊണ്ട് പൊതുവെ ഈ ഇതിഹാസ പുരാണങ്ങളിലൂടെയുള്ള വായനകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ കഥകൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരുടെ ക്യാരക്ടേഴ്സിന്റെ പേര് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇത് ആണെങ്കിൽ 3 പേരുടെ പേര് അറിഞ്ഞാൽ മതി. സത്യവാൻ, സാവിത്രി, യമധർമ്മരാജാവ് 3 പേരുടെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ നമുക്ക് 10 അധ്യായം നമുക്ക് സംഗ്രഹിക്കാൻ പറ്റുന്ന കാര്യം ഉറപ്പാണ്. അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം കിട്ടിയത് ഒരു തത്വചിന്താപരമായിട്ടുള്ള ഭാഗമായതുകൊണ്ട് എനിക്കും കൈകാര്യം ചെയ്യാൻ സൗകര്യമായി. അപ്പോ ഈ ഒരു ഭാഗം ഡേറ്റ് മാറ്റേണ്ടി വന്നു, തീയതി മാറ്റേണ്ടി വന്നു. എന്തായാലും ഈ ഭാഗം സൗകര്യപ്രകാരം കിട്ടിയെന്നുള്ളതും സൗകര്യമായി. തത്വചിന്തയാണ് ഇതിൽ വന്നത് എന്നുള്ളതും നമുക്ക് സൗകര്യമുള്ള വിഷയമാണ്. ഉപനിഷത്ത് നിന്ന് പല ഭാഗങ്ങളെടുത്ത് പറയാനും സൗകര്യമായി. അപ്പോൾ എന്തുകൊണ്ടും സൗകര്യമായിട്ട് ഈ പ്രഭാഷണം നടന്നു എന്നുള്ളതും പിന്നെ 1 മാസമായിട്ട് ഏകമാസം വ്യാപിയായിട്ടുള്ള ഈ കാര്യക്രമം നടത്തിയെടുക്കാനുള്ള പാട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് സംഘാടക പക്ഷത്തു നിന്ന് ആരൊക്കെയാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, പരോക്ഷേണ അപരോക്ഷേണ ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത്, അന്തർജന സഭയുടെ കൂട്ടായ്മ ഇതിലെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ എല്ലാവർക്കും ധന്യവാദങ്ങളും നന്ദിയും അകൈതവുമായ നന്ദിയും പ്രദർശിപ്പിച്ചും കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇതൊരു പുതിയ സംരംഭമാണ്. വിഷ്ണുപ്രിയേ. അപ്പൊ നമുക്ക് ഇന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ് തന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം കൊടുക്കും. ഓക്കെ. പറഞ്ഞോളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലേ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കട്ടെ. ആ യമാഷ്ടകം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അല്ല, യമാഷ്ടകം എന്നുള്ളതില് അപ്പൊ അത് വേറെ സ്ഥലത്ത് നോക്കണം. അതില് യമാഷ്ടകം ഉപദേശിച്ചു എന്ന് മാത്രമേ ഗ്രന്ഥത്തിലുള്ളൂ. അതെ അല്ലേ? അതെ അതെ. വളരെ സംഗ്രഹമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. അപ്പൊ യമാഷ്ടകം വേറെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് യമാഷ്ടകം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രേ എനിക്കറിയുള്ളൂ. എന്തായാലും വളരെ സന്തോഷം. പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇതുപോലെ വീണ്ടും തത്വോപദേശത്തിനായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നൊരു അപേക്ഷ കൂടി സമർപ്പിക്കുകയാണ്. വളരെ വിജ്ഞാനപ്രദമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനി ഇടയ്ക്കൊക്കെ വിളിക്കും. അങ്ങനെ ആവട്ടെ. പറഞ്ഞ പോലെ എല്ലാം ചെയ്യാം.
ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം, ഞാൻ ശ്രീകല ഋഷിയാണ്. നമസ്കാരം. ഒരു വൈരാഗ്യത്തിലേക്കുള്ള ഒരു മാർഗമാണ് പറയുന്നുണ്ടോ? എന്താണ് കേട്ടില്ല? ഭക്തി വൈരാഗ്യത്തിലേക്കുള്ള ഒരു മാർഗമാണ് ആണോ? അങ്ങനെ പറയണതിന് വിരോധമൊന്നുമില്ല. ഭക്തി വൈരാഗ്യത്തിന് മാർഗമാണ് എന്ന് പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. കാരണം ഭക്തിയിലൂടെ മറ്റു വിഷയങ്ങളെ വ്യാവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വൈരാഗ്യത്തിനുള്ള ഒരു മാർഗം തന്നെയാണ്. പക്ഷെ ഭക്തിയിലൂടെ മറ്റു വിഷയങ്ങളെ വ്യാവർത്തിപ്പിക്കണം, അത് അവനവനിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മമാണല്ലോ. അപ്പൊ അത് നമ്മൾ എങ്ങനെ കാണുന്നു അതിനനുസരിച്ചാണ്. എന്തായാലും സന്തോഷം. സംസ്കൃതം പഠിച്ചതിന്റെ ഗുണം മുഴുവൻ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ലക്ഷത്തില് പ്രകടമാവുന്നുണ്ടായിരുന്നു. കാരണം അത്രയും നല്ല ഗംഭീര പ്രഭാഷണം. നമ്പൂതിരി പറയുന്നത് വ്യക്തമല്ല. റേഞ്ച് കുറവുണ്ടെന്ന് പറഞ്ഞോളൂ. വ്യക്തമാവുന്നില്ല. നെറ്റ് റേഞ്ച് കുറവുണ്ട്. വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് സംസാരിച്ചു നോക്കൂ. വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചു നോക്കൂ. ഇല്ല, വ്യക്തമല്ല. ക്ലിയർ കുറവുണ്ട്. പിന്നെ ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ട് ഇട്ടോളൂ, ഞങ്ങള് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. ഇത് ആരറിയോ? ശ്രീരാമ, വാസുദേവന്റെ അച്ഛനാണ്. സന്തോഷം. എന്റെ പേരശ്ശിയുടെ മകനാണ്. ഈ ത്രിംശോധ്യായത്തില് സാവിത്രി ഉവാച എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം, കേക്കാണ്ടോ? കേൾക്കാം. അതിൽ ആ സാവിത്രി ഉവാച എന്ന് പറഞ്ഞിട്ട് 8 മുതല് ഒരു 16 വരെ ശ്ലോകങ്ങള്. അതിന് മുമ്പ് ആരോ പറഞ്ഞു തന്നപ്പോ യമാഷ്ടക അതാണ് എന്ന് പറയണ്ടായി. ധർമ്മം സൂതം പ്രാപ ധർമ്മരാജം നമാമ്യഹം സമതാ സർവഭൂതേഷു യസ്യ സർവസ്യ സാക്ഷിണ അതോ എന്നാമശമനമിതി തം പ്രണമാമ്യഹം യേനാന്തശ്ച കൃതോ വിശ്വേ സർവേഷാം ജീവനാം പരം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു 8 ശ്ലോകങ്ങൾ സാവിത്രി ഉവാച പറഞ്ഞുകൊണ്ട് നവമസ്കന്ധത്തിലെ ഏകത്രിംശോധ്യായ. അതായിരിക്കാം ഒരു പക്ഷേ. അല്ല, അവിടെ ഞാൻ യമാഷ്ടകം എഴുതി വെച്ചിട്ടുണ്ട്, പെൻസിലുണ്ട്. ഒരാളുടെ സ്വാമിജിയുടെ കേട്ടതാണ്. അപ്പൊ അവിടെ അത് യമാഷ്ടകാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എടുക്കും യമസ്താം ഭക്തിഭാജാനം കർമ്മഭാഗം ഉവാച ഇതം യമാഷ്ടകം നിത്യം പ്രാതരുത്ഥായ പഠേത് യമാഷ്ടസ്യ ഭയം നാസ്തി സർവപാപാൽ പ്രമുച്യതേ മഹാപാപി യതി പഠേത് നിത്യം ഭക്തി സമന്വിത യമ കരോതി സംശുദ്ധം കായവ്യൂഹേ നിശ്ചിതം. ഏകത്രിംശോധ്യായ സാവിത്രി ഉവാച പറഞ്ഞുകൊണ്ടാണ് നവമസ്കന്ധത്തിലെ. പ്രഭ എവിടത്തെയാണ് എന്ന് പറയൂ. ഞാൻ പാതായ്ക്കരയാണ്, ആര്യമ്പള്ളി മകളാണ്. അതെ അല്ലേ? പ്രിയതയുടെ എടുത്തിയ. ശരി.
ഓക്കെ. സംസ്കൃത ക്ലാസ്സിലെ നിറസാന്നിധ്യാണ്. യമസ്തുതിയാണ് ആ അധ്യായം. അതെ, ആ ഭാഗത്ത് യമാഷ്ടകം എന്ന് പറഞ്ഞിട്ട് അത് ഈ തിരുവനന്തപുരത്തുള്ള ഒരു സ്വാമിജിയായിരുന്നു. അസലായിട്ട് അത് കംപ്ലീറ്റ് 41 ദിവസം കൊണ്ട് ഈ ദേവി ഭാഗവതം പറഞ്ഞു. അതെന്തോ പുസ്തകം മേടിക്കലും അതും ഒപ്പായപ്പോ സുഖമായിട്ട് ഇരുന്നെന്നും കേട്ടിരുന്നു നന്നായിട്ട്. അപ്പൊ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പെൻസിലുകൊണ്ട് ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി വെച്ചു. അല്ലാണ്ട് എനിക്കിതിനെ പറ്റി ഞാൻ ഒരു തവണ ഒരു മുറ വായിച്ചിട്ടും കൂടി ഇല്ല. ഇപ്പൊ ഇപ്പോഴും ദേവി ഭാഗവതം കയ്യിൽ പുസ്തകം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 7 മുതൽ 15 വരെ യമസ്തുതി. അതെ, പുസ്തകം തുറക്കാൻ സാധിച്ചിട്ടില്ല അതുവരെ. വേറെ ആരും ഒന്നും പറയാനില്ലെങ്കിൽ വിഷ്ണുപ്രിയ നന്ദി ഭാഷണത്തിന് ക്ഷണിച്ചോളൂ. അതെ, അതന്നെയാണ് യമാഷ്ടക, അതന്നെയാണ് 7 മുതൽ 15 വരെ ഉള്ളത്. വിഷ്ണുപ്രിയേ. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഞാനൊരു വേദാന്ത സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറെയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു ക്ലാസ് കിട്ടിയതിന് അന്തർജന സഭയ്ക്ക് എൻ്റെ പേഴ്സണലി ഞാനൊരു നന്ദി പറയുന്നു. അതിനുശേഷം പരിപാടിയുടെ കൃതജ്ഞത സമർപ്പിക്കാനായിട്ട് ദീപ ഉണ്ണിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപ ഉണ്ണികൃഷ്ണൻ, ഈ അന്തർജന സഭയുടെ അഖില കേരള ഹിന്ദു സമാജത്തിന്റെ അന്തർജന സഭയുടെ ഈ വൈശാഖ മാസത്തെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ സായാഹ്നങ്ങളില് ഇത്രയും നല്ലൊരു പരിപാടി ഈ പുതിയ മാധ്യമത്തിലൂടെ എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന ഈ അന്തർജന സഭയിലെ എല്ലാ അംഗങ്ങൾക്കും എന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രാർത്ഥന ചൊല്ലിയ പ്രദീപ ഞാളൂര്, സ്വാഗത പ്രസംഗം ഉമാ വയത്രം, അവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതിലുപരി ഇന്നത്തെ ദേവി ഭാഗവതത്തിലെ 9ാം സ്കന്ധത്തിലെ 10 അധ്യായങ്ങള് തത്വചിന്ത അധിഷ്ഠിതമായിട്ടുള്ള ആ 10 അധ്യായങ്ങള് വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്ന ആചാര്യൻ ഡോക്ടർ വാസുദേവൻ നമ്പൂതിരി അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതിലുപരി വളരെ നിറഞ്ഞ സദസ്സായിരുന്നു ഇത്. ഒരു 60-നോടടുത്ത് 58 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അത്രയും നിറഞ്ഞ സദസ്സിലുള്ള ഈ എല്ലാ അംഗങ്ങൾക്കും, ഇത്രയും ഓൺലൈനിലൂടെ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി പലരും പങ്കെടുത്ത്, പെട്ടെന്ന് ചിലർക്ക് ലെഫ്റ്റായി പോകേണ്ടി വന്നാലും അന്ന് പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും എന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ അവതാരക വിഷ്ണുപ്രിയ വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. വിഷ്ണുപ്രിയയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും അന്തർജന സഭയ്ക്ക് ഒന്നുകൂടി എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.